This morning is made even more meaningful by the gracious presence of our distinguished dignitaries, His Eminence Cardinal Mar George Alancheri, Manager, Principal, faculty members and dear students. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമാണ്. ജീവിതത്തിന്റെ ഇരുൾ വഴികളിൽ പ്രകാശമായി തെളിയാനും ഉപ്പെന്നപ്പോൾ ലോകത്തിന് രുചി പകരാനുമുള്ള ക്രൈസ്തവ നിയോഗം അതിന്റെ പൂർണ്ണതയിൽ നിറവേറ്റാനുമുള്ള പ്രതിജ്ഞാബദ്ധതയോടെ ചങ്ങനാശ്ശേരി സെന്റ് ബർഗുമൻസ് കോളേജിലെ CSM സംഘടന 2026-27 അധ്യയന വർഷത്തിലെ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ഔദ്യോഗികമായി ആരംഭം കുറിക്കുകയാണ്. പ്രാർത്ഥനയുടെയും പരസ്നേഹത്തിന്റെയും മനുഷ്യരായി മാറി മിശിഹായുടെ മുഖം ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ഈ അധ്യയന വർഷത്തിൽ സംഘടനയ്ക്ക് കഴിയട്ടെ. ഒപ്പം നമ്മുടെ കോളേജിലെ പ്രത്യേക മധ്യസ്ഥനായ മിസ്റ്റർ ജോൺ ബർഗുമൻസിനെ തിരുസഭ അനുസ്മരിക്കുന്ന ദിനം കൂടിയാണിത്. തന്റെ ബാല്യവും കൗമാരവും ഉടയവനും അവന്റെ ജനത്തിനുമായി സമർപ്പിച്ച ഈ കൊച്ചു വിശുദ്ധൻ തന്റെ യൗവനത്തിൽ സ്വർഗീയ ഭവനത്തിലേക്ക് യാത്രയായി. ജീവിച്ച നാളിന്റെ ദൈർഘ്യമല്ല സുഹൃതമാണ് ഒരുവനെ അവിസ്മരണയിലാക്കുന്നതെന്ന് ഈ വിശുദ്ധന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിൽ നിറം പിടിപ്പിച്ച അനുഭവങ്ങളും ഓർമ്മകളും പ്രദാനം ചെയ്യുന്ന ഈ ക്യാമ്പസ് ജീവിതം വിശുദ്ധനെ പോലെ വിശുദ്ധിയുടെയും നന്മയുടെയും വെളിച്ചം പരത്തുന്നതാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. May this ceremony inspire us to grow in faith, leadership, service and unity. Every successful beginning starts with God's blessings. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം എന്ന് സങ്കീർത്തക വിചാരത്തോട് ചേർന്ന് നമ്മുടെ ഹൃദയങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. യുവത്വത്തിന്റെ മനസ്സറിയുന്ന CSM സംഘടനയെ കാലോചിതമായും ദീർഘവീക്ഷണത്തോടു കൂടി നയിക്കുന്ന CSM ഡയറക്ടർ ബഹുമാനപ്പെട്ട പിന്നെ കുറിഞ്ഞിപ്പറമ്പൽ അച്ഛനെ പ്രാർത്ഥനാ ഗാനത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. Holy Bible. You are the salt of the earth, but its salt has lost its taste. But how can its saltness be restored? It is no longer good for anything, but is thrown out and trampled underfoot. You are the light of the world. A city built on a hill cannot be hid. No one after lighting a lamp puts it under the bushel basket, but on the lampstand, and it gives light to all in the house. In the same way, let your light shine before others, so that they may see your good works and give glory to your Father in heaven. This is the word of the Lord. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥ, ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ, ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ, ആരുമില്ലാത്തവർക്ക് അഭയം നൽകും ചൊരിയണമേ, കാരുണ്യമെന്നിൽ ചൊരിയണമേ. വിശ്വം കാക്കുന്ന നാഥ,
എന്നൊമ്പരം അകലാതെ അകലുന്നു സ്നേഹാംബരം നീ അറിയാതെ പോകുന്നു എന്നൊമ്പരം അന്യനാണെങ്കിലും എൻ്റെ ഈ കണ്ണുനീ അന്യനാണെങ്കിലും എൻ്റെ ഈ കണ്ണുനീ ധന്യമായി തീരട്ടെ നിൻ വീതിയിൽ ധന്യമായി തീരട്ടെ നിൻ വീതിയിൽ വിശ്വം കാക്കുന്ന നാഥാ വിശ്വീകനായക ആത്മാവിലെറിയുന്ന തീയണയ്ക്കൂ നിന്നാത്മ ചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ വിശ്വം കാക്കുന്ന നാഥാ. Thank you, Father, for your prayerful invocation. ദൈവിക ചൈതന്യത്താൽ CSM സംഘടനയുടെ പ്രവർത്തനങ്ങൾ ലോകത്തിന് പ്രകാശപ്രദമാകട്ടെ എന്ന് നമ്മൾക്ക് ആശംസിക്കാം. തുടർന്ന് ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കാനായി CSM സംഘടനയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ അഗസ് കുര്യൻ സാറിനെ ക്ഷണിക്കുന്നു. അഭിമന്യ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവേ, നമ്മുടെ കോളേജിന്റെ മാനേജർ ആന്റണി ഏത്തക്കാടച്ച, പ്രിൻസിപ്പൽ ടെഡി കാഞ്ഞപ്പറമ്പിലച്ച, CSM ഡയറക്ടർ ബില്ലി കുറിഞ്ഞിപ്പറമ്പിലച്ച, വൈസ് പ്രിൻസിപ്പൽമാരെ, അധ്യാപകരെ, വാത്സല്യമുള്ള വിദ്യാർത്ഥികൾ, ചങ്ങനാശ്ശേരി സെന്റ് ബെർഗ്മാൻസ് കോളേജിലെ ജൻസികൾ, സൈലന്റ് ജനറേഷന്റെ അവസാന പാദത്തിൽ ജനിച്ച അഭിമന്യ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ അനുഗ്രഹാശിസുകൾ തേടിക്കൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ലഭ്യമാകുന്ന വിലപ്പെട്ട അറിവുകൾക്കായി കാതോർത്തുകൊണ്ടും നിൽക്കുന്ന ഈ മുഹൂർത്തം ഏറെ സവിശേഷതകൾ നിറഞ്ഞതാണ്. ജൻസികളെ കുറിച്ച് സമൂഹം ധാരാളം പഴിക്കാറുണ്ട്. അവർ ടെക്നോളജിയെ അമിതമായി ആശ്രയിക്കുന്നവരാണ്. സാധാരണ സമൂഹം മുറുകെ പിടിക്കുന്ന മൂല്യബോധങ്ങളിൽ നിന്ന് അകലുന്നവരാണ്. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് കാതോർക്കാതെ സ്വന്തം അഭിപ്രായങ്ങളിൽ മാത്രം വേരൂന്നി ഉറച്ചു നിൽക്കുന്നവരാണ് എന്നിങ്ങനെ പല വിമർശനങ്ങളും നമ്മൾ ഇവരെ കുറിച്ച് കേൾക്കാറുണ്ട്. എന്നാൽ ഇന്ന് ഈ വേദിയിൽ നമുക്ക് കാണാൻ കഴിയുക അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു മുഖമാണ്. വിശ്വാസത്തെ കേവലം ഒരു പാരമ്പര്യമായി കണക്കാക്കാതെ അതിനെ ബോധ്യമായി സ്വീകരിക്കുകയും ആ ബോധ്യത്തെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു യുവതലമുറയുടെ മുഖം. അതിനുള്ള ഏറ്റവും മനോഹരമായ ഒരിടമാണ് കാത്തലിക് സ്റ്റുഡൻസ് മൂവ്മെന്റ്. CSM എന്നത് കേവലം ചില പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഒരു സംഘടനയല്ല. വിദ്യാർത്ഥിയുടെ ആത്മീയവും ബൗദ്ധികവും സാംസ്കാരികവും സാമൂഹികവുമായ സമഗ്ര വളർച്ച ലക്ഷ്യമാക്കുന്ന ഒരു രൂപീകരണ പ്രസ്ഥാനമാണ് CSM. വിശ്വാസത്തിൽ ആഴപ്പെടാനും സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുവാനും നേതൃത്വ ഗുണങ്ങൾ വളർത്തുവാനും മറ്റുള്ളവരുടെ വേദനകളോട് പ്രതികരിക്കുവാനും സ്വന്തം കഴിവുകളെ സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കുവാനും CSMലൂടെ യുവജനങ്ങൾ പരിശീലിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ കോളേജിന്റെ വിശുദ്ധനായ സെന്റ് ബെർഗ്മാൻസിന്റെ ജീവിതത്തിന് പ്രസക്തിയേറുന്നത്. വിശുദ്ധ ബെർഗ്മാൻസ് ഒരു വിദ്യാർത്ഥിയായിരുന്നു. എന്നാൽ അദ്ദേഹം നമ്മെ ഓർമ്മിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. വിശുദ്ധി എന്നത് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ മാത്രമല്ല, സാധാരണ കാര്യങ്ങൾ അസാധാരണമായ ആത്മാർത്ഥതയോടും സ്നേഹത്തോടും കൂടി ചെയ്യുന്നതിലാണ്. പഠനത്തെ ഉത്തരവാദിത്തമായി കാണുക, വിശ്വാസത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കുക, അച്ചടക്കത്തോടെ ജീവിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുക. ഇതായിരുന്നു സെന്റ് ബെർഗ്മാൻസിന്റെ ജീവിത സാക്ഷ്യം. ഇനിയും ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി അഭിമന്യ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് വിശ്വാസത്തിന്റെയും സഭയുടെയും സമൂഹത്തിന്റെയും വിവിധ തലങ്ങളിൽ ദീർഘകാലം നേതൃത്വം വഹിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. പ്രത്യേകിച്ച് വിശ്വാസവും മൂല്യബോധ്യവും നേതൃത്വവും സാമൂഹിക പ്രതിബദ്ധതയും
രീതിയിൽ വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുന്ന CSM പോലെയുള്ള സംഘടനകൾക്ക് പിതാവിന്റെ വാക്കുകളും അറിവും നൽകുന്ന മാർഗനിർദ്ദേശം ഏറെ വിലപ്പെട്ടതാണ്. അറിവ് പകർന്നു തരുന്ന ഒരു അധ്യാപകനായും വിശ്വാസത്തിൽ വഴി കാട്ടുന്ന ഒരു പിതാവായും യുവജനങ്ങൾക്ക് പ്രചോദനമാകുന്ന ഒരു നേതാവായും അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾ ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി കാണുന്നു. CSMന്റെ പുതിയ പ്രവർത്തന വർഷ ഉദ്ഘാടനത്തിലേക്കും സെന്റ് ബെർഗ്മാൻസ് ദിനാചരണത്തിലേക്കും അഭിമന്യ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതിരൂപതയുടെ യുവജന പ്രസ്ഥാനത്തെ ശ്രദ്ധേയമായ രീതിയിൽ വളർത്തിയ ഡയറക്ടറായും മാധ്യമ ലോകത്ത് വിസ്മയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഏഷ്യയിലെ തന്നെ ശ്രദ്ധേയമായ മീഡിയ വില്ലേജ് എന്ന സ്ഥാപനത്തെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിലൂടെ വളർത്തി വലുതാക്കിയ ഡയറക്ടറായും വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് നമ്മുടെ ആന്റണി ഏത്തക്കാടച്ചൻ. വ്യത്യസ്തമായ നിലയിൽ തന്റെ നേതൃപാടവം തെളിയിച്ച ശേഷം അതിരൂപതയുടെ വികാരി ജനറലായും നമ്മുടെ കലാലയത്തിന്റെ മാനേജറായും നേതൃത്വം നൽകുന്ന അച്ഛന്റെ ദർശനങ്ങളും പ്രവൃത്തി പരിചയവും വരും കാലത്ത് സെന്റ് ബെർഗ്മാൻസിന് പുതിയ വിസ്മയങ്ങൾ തീർക്കുവാൻ പര്യാപ്തമാണ്. അച്ഛന്റെ നേതൃത്വവും കാഴ്ചപ്പാടുകളും നമ്മുടെ കലാലയത്തിന്റെ വളർച്ചയ്ക്ക് കൂടുതൽ കരുത്തേകട്ടെ എന്ന ആശംസയോടെ വെരി റവറന്റ് ഫാദർ ആന്റണി ഏത്തക്കാടച്ചനെ ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിൻസിപ്പൽ റവറന്റ് പ്രൊഫസർ ഡോക്ടർ ടി കാഞ്ഞപ്പറമ്പിലച്ചൻ അക്കാദമിക മികവിനോടൊപ്പം വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികസനത്തിനും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ സെന്റ് ബെർഗ്മാൻസ് കോളേജിന് പുതിയ ദിശാബോധം നൽകുന്ന ആദരണീയമായ വ്യക്തിത്വമാണ്. CSMന്റെ പ്രവർത്തനങ്ങൾക്ക് അച്ഛൻ നൽകുന്ന പിന്തുണയും പ്രോത്സാഹനവും ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ റവറന്റ് ഫാദർ ഡോക്ടർ ടെഡി കാഞ്ഞപ്പറമ്പിലച്ചനെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. CSMന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട CSM ഡയറക്ടർ റവറന്റ് ഡോക്ടർ ബിന്നി കുറിഞ്ഞിപ്പറമ്പിലച്ചൻ അധ്യാപകൻ എന്ന നിലയിൽ വിദ്യാർത്ഥികൾക്ക് അറിവും പ്രചോദനവും നൽകുന്ന മഹനീയ വ്യക്തിത്വമാണ്. ഇംഗ്ലീഷ് ഭാഷാ സാഹിത്യത്തിലും അറിവ് പകർന്നു നൽകുന്ന അച്ഛൻ അതോടൊപ്പം തന്റെ മനോഹരമായ ഗാനാലാപനത്തിലൂടെ കലയുടെ സൗന്ദര്യവും ആസ്വാദനവും വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്ന വ്യക്തി കൂടിയാണ്. അറിവും വിശ്വാസവും കലയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന പ്രിയപ്പെട്ട ഡയറക്ടർ റവറന്റ് ഫാദർ ഡോക്ടർ ബിന്നി കുറിഞ്ഞിപ്പറമ്പിലച്ചനെ എല്ലാവരുടെയും പേരിൽ ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ പ്രതിനിധിയായി CSMന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും സഹപാഠികളുടെ ആശയങ്ങളും പ്രതീക്ഷകളും പ്രവർത്തനങ്ങളാക്കി മാറ്റാൻ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന നമ്മുടെ CSM പ്രസിഡന്റ് ശ്രീ ദീപക് തോമസ് ബെബനെ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ CSM പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായും പ്രായോഗികമായും ശക്തമായ പിന്തുണ നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ബർസാർ റവറന്റ് ഫാദർ തോമസ് കാഞ്ഞിരവേലി അച്ഛനെ ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ CSM പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ശക്തമായ സാന്നിധ്യമായിരുന്ന കഴിഞ്ഞ വർഷം വരെ CSMന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈസ് പ്രിൻസിപ്പൽ CSM ഇൻചാർജ് ശ്രീ ജാൻസൺ ജോസഫ് സാറിനെ ഈ അവസരത്തിൽ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. CSMന്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും പിന്നിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു നട്ടെല്ലും അതിന്റെ ഹൃദയമിടിപ്പുമായിരുന്നു സാറിന്റെ സാന്നിധ്യം. വിദ്യാർത്ഥികളുടെ ആശയങ്ങളെ മനസ്സിലാക്കുകയും അവയ്ക്ക് ആവശ്യമായ പിന്തുണ നൽകുകയും ഓരോ പ്രവർത്തനവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുവാനുമായി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്ത സാറിന്റെ സേവനം CSM കുടുംബത്തിന് ഒരിക്കലും മറക്കാനാവാത്തതാണ്. ഇന്നത്തെ ഈ മനോഹരമായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാനും നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനും എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട വൈസ് പ്രിൻസിപ്പൽമാരെയും വൈദികരെയും സന്യസ്തരെയും അധ്യാപകരെയും അനധ്യാപകരെയും ഏറ്റവും പ്രത്യേകമായി ഈ CSMന്റെ
ഈ സ്റ്റേജ് അലങ്കരിക്കുവാൻ വേണ്ടി പരിശ്രമിച്ച വിദ്യാർത്ഥികളെയും അജസ് ബ്രദറിനെയും സെന്റ് ബർക്ക്മാൻസിന്റെ പടം വരച്ച ബ്രദറിനെയും നിങ്ങളെ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for your warm and gracious words of welcome. ദീർഘവീക്ഷണത്തോടും ഗൗരവബുദ്ധിയോടും കൂടി ചങ്ങനാശ്ശേരി സെന്റ് ബർക്ക്മാൻസ് കോളേജിനെ നയിക്കുന്ന CSM സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്ന കോളേജ് പ്രിൻസിപ്പൽ റവറൻഡ് പ്രൊഫസർ ടെഡി കാഞ്ഞുപറമ്പിലിനെ സന്ദേശം നൽകുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയനായ ജോർജ് ആലഞ്ചേരി പിതാവേ, പ്രിയ ബഹുമാനപ്പെട്ട കോളേജ് മാനേജർ ആന്റണി എത്തിക്കട്ടച്ച, CSM ഡയറക്ടർ ബഹുമാനപ്പെട്ട ബിന്നി കുറിഞ്ഞിപ്പറമ്പിലച്ച, അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ഓഗസ്റ്റ് കുര്യൻ, CSM പ്രസിഡന്റ് ദീപക് തോമസ് ബേബൻ, വൈസ് പ്രിൻസിപ്പൽസ് ജോസഫ് സാർ, ജാൻസൺ ജോമൻ സാർ, ജാൻസൺ സാർ, ചങ്ങനാശ്ശേരി രൂപതയിലെ കോളേജുകളുടെ എല്ലാ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട സൈമൺ ടക്കൻ സാർ, സാർ തോമസ് കാഞ്ഞിരവേലിലച്ച, ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ്, പ്രിയപ്പെട്ട അധ്യാപകരെ, എനിക്ക് ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ആദ്യമേ തന്നെ ഈ വേദിയിൽ സന്നിഹിതരാകാനായിട്ട് അഭിവന്യ കർദിനാൾ ആലഞ്ചേരി പിതാവ് കാണിച്ച സാമനസ്യത്തിനും നമ്മളോടുള്ള സ്നേഹത്തിനും വാത്സല്യത്തിനും ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ പേരിൽ ഏറ്റവും ആദരവോടെ കൃത്യമായിട്ട് പിതാവിന് നന്ദി പറയുകയാണ്. നമ്മുടെ കലാലയം ഒരു നൂറ്റാണ്ടിനപ്പുറത്തേക്ക് വളർന്ന് ലോകമെങ്ങും വലിയൊരു ക്രിസ്തീയ സാക്ഷ്യത്തിന്റെ ഉന്നത ഗോപുരമായിട്ട് വിരാജിക്കുകയാണ്. ഇവിടെ പഠിച്ചിറങ്ങിയ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികള് ഈ കലാലയത്തിന്റെ പ്രത്യേകതയും ഈ കലാലയം അവരുടെ ജീവിതത്തിൽ അവർക്ക് നൽകിയിരിക്കുന്ന എല്ലാവിധ പ്രോത്സാഹനവും അവരുടെ ജീവിതത്തിൽ അവരിന്ന് എന്തായിരിക്കുന്നു അതിന് പിന്നില് ഈ കലാലയം എന്തുമാത്രം പ്രധാനപ്പെട്ടതാണെന്നുമൊക്കെ പലപ്പോഴും പല വേദികളിലും നാടിനകത്തും പുറത്തും പറയുന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സെയിന്റ് ബർക്ക്മാൻസ് കോളേജിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. പ്രധാനമായിട്ടും ഇതൊരു കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ രംഗത്തെ ഒരു മാതൃകാ കലാലയമായിട്ട് ഒരു നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തേക്ക് SB അതിൻ്റെ പ്രഭ അതിൻ്റെ ഒളി മങ്ങാതെ കാത്തു സൂക്ഷിക്കുന്നു. നമുക്കൊക്കെ വളരെ അഭിമാനമാണ് നമ്മുടെ ഈ കോളേജ്. എന്തിനാണ് അതിരൂപത ഇങ്ങനെയൊരു കോളേജ് വിഭാവന ചെയ്തതും ഇത് നിർമ്മിച്ചതും നടത്തുന്നതും? കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക ഒരു ലക്ഷ്യമുണ്ട്. ഇറ്റ് ഹാസ് ഗോട്ട് എ വിഷൻ. വെറുതെ ഒരു കലാലയം തുടങ്ങി പ്രവർത്തിപ്പിക്കുക എന്നതല്ല. എല്ലാവരും തുടങ്ങുന്നു, നമ്മൾ ഒരു കലാലയം തുടങ്ങുന്നു. ഇതല്ല ഒരു കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ലക്ഷ്യം. നിങ്ങൾ കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കലാലയം സ്ഥാപിതമായിരിക്കുന്നതും ആ ഒരു ലക്ഷ്യം കൊണ്ട് മാത്രമാണ്, വേറൊന്നുമല്ല. ഇവിടെ പലതരത്തിലുള്ള പല സമൂഹത്തിലുള്ള ആളുകളുണ്ട്, പല രീതിയിൽ ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമുണ്ട്. പക്ഷേ സഭ ഈ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയതിന് പിന്നില് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. അതിന് പിന്നിലെ ലക്ഷ്യം ഇതാണ്: ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിച്ച ജീവിതത്തിന്റെ സനാതന മൂല്യങ്ങള് ജനമനസ്സുകളിലേക്കും അവരുടെ ജീവിതത്തിലേക്കും പകരാനായിട്ട് വിദ്യാഭ്യാസം എന്നൊരു മാധ്യമം നമ്മൾ ഉപയോഗിക്കുന്നു.
ഈശോ ഈ ഭൂമിയിലായിരുന്നപ്പോൾ പ്രധാനമായിട്ടും പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെ ഒരു സമഗ്രമായിട്ടുള്ള പരിശീലനം നൽകാനായിട്ട് സഭ എപ്പോഴും പ്രതിജ്ഞാബദ്ധരാണ്. ഭൗതികമായിട്ടുള്ള തലം മാത്രമല്ല, ഭൗതികവും മാനസികവും ബൗദ്ധികവും ആത്മീയവുമായിട്ടുള്ള സകല മേഖലകളെയും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു സമഗ്ര വിദ്യാഭ്യാസ ദർശനമാണ് കത്തോലിക്ക സഭയ്ക്കുള്ളത്. ഇപ്പോൾ ഈ കലാലയത്തിലൂടെ കടന്നു പോകുന്നവർക്ക് കുറെ അറിവുകൾ തന്നെ മാത്രമല്ല, അവരുടെ ശരീരവും മനസ്സും ആത്മാവും ഒക്കെ പരിപോഷിപ്പിക്കപ്പെടണം. അവിടെയൊക്കെ സമഗ്രമായിട്ടൊരു വികസനവും വളർച്ചയും ഉണ്ടാകണം. ഈ ഒരു വലിയ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ് ഈ കലാലയം നടത്തുന്നതിന് പിന്നില് സഭയ്ക്കുള്ളത്, ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കുള്ളത്. ഈ കലാലയത്തിലൂടെ കടന്നു പോകുന്ന വിദ്യാർത്ഥികൾ അവരറിയാതെ ഇങ്ങനെ കുറേ മൂല്യങ്ങളുമായിട്ടാണ് ഈ കലാലയത്തിന് പുറത്തേക്ക് പോകുന്നത്. അതാണ് ഈ കലാലയത്തിലെ വിദ്യാഭ്യാസത്തെ വളരെ വ്യതിരിക്തമാക്കുന്നത്. പല കോളേജുകളിലും പഠിച്ചവർ ഇവിടെ വന്നിട്ട് ഈ കോളേജിൽ പഠിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെല്ലാം പറയുന്നുണ്ട് ഈ കോളേജിൽ എന്തൊക്കെയോ പ്രത്യേകതകളും. അവർക്ക് ഒത്തിരി ജീവിതത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യങ്ങൾ നൽകാനായിട്ട് ഈ കോളേജിന് സാധിക്കുന്നുണ്ട്. അവർ ക്ലാസ്സുകളിൽ ഇരിക്കുന്നേ ഉള്ളൂ, ലൈബ്രറിയിൽ പോകുന്നു, ലാബുകളിൽ അവർ പരീക്ഷണങ്ങൾ നടത്തുന്നു. പക്ഷെ ഇതൊന്നുമല്ല, ഇതിനപ്പുറത്തേക്ക് ഈ കലാലയത്തില് ഇതിന്റെ സ്ഥാപക പിതാക്കന്മാര് ഉദ്ദേശിച്ച ചില ലക്ഷ്യങ്ങള് ഇതിന്റെ ഓരോ മേഖലയിലും നമ്മൾ അറിയാതെ സന്നിവേശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കലാലയത്തിൽ പോകുന്നവർക്കെല്ലാം ഈ ക്രിസ്തീയ മൂല്യങ്ങളുടെ നൂടും ഭാവം അവരുടെ ജീവിതത്തിൽ അവരറിയാതെ ലഭിക്കുന്നുണ്ട്. അത് അവർക്ക് ജീവിതത്തിൽ മുതൽക്കൂട്ടാവുകയും ചെയ്യുന്നു. ഈ ഒരു വലിയൊരു മിഷനിലേക്കാണ് ഈ കലാലയത്തിൽ പഠിക്കുന്ന ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് കത്തോലിക്ക വിദ്യാർത്ഥികൾ പങ്കുചേരുന്നത്. സഭയുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഈ ദർശനത്തിന് പങ്കുചേരാൻ വിളിക്കപ്പെട്ടവരാണ് ഇവിടെ പഠിക്കുന്ന ക്രൈസ്തവര്, പ്രത്യേകിച്ച് ക്രൈസ്തവരായിട്ട് വിദ്യാർത്ഥികൾ, കത്തോലിക്ക വിദ്യാർത്ഥികൾ. മറ്റുള്ളവരോടുള്ള ഇടപെടലിനും അതോടൊപ്പം തന്നെ വ്യത്യസ്ത ആദർശങ്ങളും ആശയങ്ങളും ഉള്ളവരോട് സംവദിക്കുമ്പോഴും ഒരു ബുദ്ധിമുട്ടുള്ള ആളിനെ കാണുമ്പോഴും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലെല്ലാം ക്രിസ്തീയ മൂല്യങ്ങൾ പകരേണ്ടവരാണ് പ്രത്യേകിച്ചും ക്രൈസ്തവരായിട്ടുള്ള നമ്മളെല്ലാവരും. അവിടെ വ്യക്തികൾ തമ്മിൽ അകലങ്ങളില്ല, പക്ഷെ അവരറിയാത്ത ഒരു സത്യത്തെ, ഒരു പ്രത്യേക ദിശാബോധം അവർക്ക് നൽകാനായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തത്തിൽ നിങ്ങൾ പങ്കുചേരാനായിട്ട് ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മാനേജ്മെന്റ് എല്ലാ വർഷവും ക്രൈസ്തവരായിട്ടുള്ള, പ്രത്യേകിച്ച് കത്തോലിക്കരായിട്ടുള്ള കുറെ കുട്ടികൾക്ക് ഇവിടെ അഡ്മിഷൻ കൊടുക്കണമെന്ന് ഒരു നിർബന്ധം പുലർത്തുന്നത്. അതുകൊണ്ട് ആ ഒരു വിഷയത്തോടു കൂടിയാണ് പ്രത്യേകിച്ചും SB കോളേജിൽ നിങ്ങൾ ആയിരിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കുക. നിങ്ങളൊരു ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുക്കുക മാത്രമല്ല, ക്രൈസ്തവമായിട്ടുള്ള ഈ മൂല്യങ്ങൾ ഇവിടെ ജീവിക്കാനും പരിശീലിക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ഉള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്ക് ഏവർക്കും ഉണ്ട് എന്ന് ഓർത്തിരിക്കാം. അതിനുള്ള വലിയൊരു സാഹചര്യമാണ് CSM, കാത്തലിക് സ്റ്റുഡൻസ് മൂവ്മെന്റ്, നിങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് ഈ മൂവ്മെന്റിന്റെ ഭാഗമാകാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കണം. അതിലുപരി നിങ്ങളായിരിക്കുന്ന ക്ലാസ്സിൽ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ക്രൈസ്തവമായിട്ടുള്ള ആ ഒരു മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാനും നമ്മുടെ കൂട്ടുകാർക്ക് അത് പകർന്നു കൊടുക്കുവാനും, അത് ഒരുപക്ഷെ നമ്മുടെ പ്രഭാഷണത്തിലൂടെയല്ല നമ്മുടെ ജീവിതത്തിലൂടെ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ക്രൈസ്തവരായിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും മറ്റുള്ളവരെ ദ്രോഹിക്കാൻ പറ്റില്ല. മറ്റുള്ളവർ ഉപദ്രവിച്ചാൽ അവരോട് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം. എളിമ നമുക്കുണ്ടാകണം, ധാർമ്മിക ബോധം നമുക്കുണ്ടാകണം, സത്യസന്ധതയും നീതിബോധവും നമുക്കുണ്ടാവണം. ഇതൊക്കെയാണ് ക്രൈസ്തവ മൂല്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കുവാനായിട്ട് കത്തോലിക്കരായിട്ടുള്ള ക്രൈസ്തവരായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട്. അത് മിശിഹ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണെന്ന് കൂടെ നമുക്ക് ഓർമ്മയിൽ വെക്കാം. ഒരിക്കൽ കൂടെ ഈ സദസ്സിലെത്തിയ വന്യപിതാവിന്, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കരനായ മാനേജരച്ചന്,
ഈ കാര്യങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നതിന് പിന്നിൽ വളരെ ഇതിൻ്റെ ചാലകശക്തിയായിട്ട് നിലകൊണ്ട ഡയറക്ടർ ഡിനിയച്ചന്, ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. ഒപ്പം CSMൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം ഏറ്റവും ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുവാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ ശരീരനായ ബൗദ്ധപിതാവ് എപ്പോൾ കാണുമ്പോഴും ചോദിക്കുന്ന കാര്യം CSMൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നു എന്നാണ്. ഏത് സമയത്ത് കാണുമ്പോഴും ആദ്യം ചോദിക്കുന്നത് കാത്തലിക് സ്റ്റുഡൻസ് മൂവ്മെന്റിനെ കുറിച്ചാണ്. കാരണം ഇങ്ങനെയൊരു മൂവ്മെന്റിന്റെ പ്രാധാന്യം ക്രാന്തദർശിയായിട്ടുള്ള പൗത്തൻ പിതാവിനെ പോലുള്ളവർക്ക് പണ്ടേ അറിയാമായിരുന്നു. ഒരുപക്ഷെ നമുക്ക് എന്തുമാത്രം അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അത്ര ഉറപ്പില്ല. കാരണം അത്രയ്ക്കും ശക്തമായിട്ടുള്ള ഒരു ക്രിസ്തീയ സാന്നിധ്യത്തിന്റെ സാക്ഷ്യത്തിന്റെ രൂപമായിട്ട് അല്ലെങ്കിൽ അടയാളമായിട്ട് CSM നമ്മുടെ കോടതിയിൽ ഇന്നും നാളെയും നാളെ കഴിഞ്ഞ് നിലകൊള്ളേണ്ടതാണ്. അതിനുള്ള എല്ലാ പ്രാർത്ഥനാശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഘടിപ്പിക്കുന്നു. നന്ദി. Thank you, Father, for your inspiring message. അധികാരം ശുശ്രൂഷയാണെന്ന് ഓതിയവന്റെ ജീവിത വഴികൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന CSM സംഘടനയുടെ പ്രസിഡന്റ് ദീപക് തോമസ് വെബനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഇന്നത്തെ വിശിഷ്ടാതിഥി അത്യുന്നത കർദ്ദന മാർ ജോർജ് ആലഞ്ചേരി പിതാവേ, ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറലും SP കോളേജ് മാനേജറുമായ ബഹുമാനപ്പെട്ട ആന്റണി എന്തിക്കടച്ച, ബഹുമാന്യനായ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ടെഡി കാഞ്ഞിപ്പറമ്പിലച്ച, CSM ഡയറക്ടർ ബിന്നി കുറുഞ്ഞിപ്പറമ്പിലച്ച, CSM വൈസ് പ്രസിഡന്റായ ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, അധ്യാപകരെ, പ്രിയ സുഹൃത്തുക്കളെ, ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമാകാനുള്ള വലിയ നിയോഗമാണ് ക്രൈസ്തവ ജീവിതം. ആ വിളി തിരിച്ചറിഞ്ഞ് നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക എന്നൊരു നിയോഗമാണ് CSM സംഘടനയ്ക്കുള്ളത്. ഈ ലക്ഷ്യം പൂർത്തീകരണത്തിനായി നമ്മുടെ സംഘടനയ്ക്ക് ചങ്ങനാശ്ശേരി സെന്റ് ബർക്കൺസ് കോളേജിലെ എല്ലാ CSM പ്രവർത്തകർക്കും കഴിയുന്നു എന്ന അഭിമാനബോധത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഈ സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഓരോരുത്തരുടെയും പിന്തുണയും സഹകരണം അഭ്യർത്ഥിക്കാൻ വേണ്ടി ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ്. CSM എന്ന സംഘടനയുടെ പ്രസിഡന്റ് എന്ന പദവി ഏറ്റെടുത്ത ശേഷം ഞാൻ എൻ്റെ വീട്ടിലെത്തിയതിനു ശേഷം അമ്മ എനിക്ക് തന്നൊരു ഉപദേശമുണ്ട്. പള്ളിയോടും കുടുംബ പ്രാർത്ഥനയോടും ചേർന്ന് നിന്നുള്ള പ്രവർത്തന സംഭവങ്ങൾ മാത്രമേ വിജയത്തിലെത്തൂ എന്നൊരു ചെറിയ ഉപദേശമാണ് അമ്മ എനിക്ക് നൽകിയത്. അമ്മ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ താങ്ങി നിർത്തുന്ന രണ്ട് നെടുന്തൂണങ്ങളാണ് അനുദിനമുള്ള വിശുദ്ധ കുർബാനയും കുടുംബ പ്രാർത്ഥനയും. ഈ കാലഘട്ടത്തിൽ ഈ കോളേജ് ക്യാമ്പസുകളിൽ ഇപ്പോൾ വളരെയധികം കുറഞ്ഞു വരുന്ന ഒരു ശീലമാണ് ഈ പ്രാർത്ഥനയും കുടുംബ കുർബാനയ്ക്ക് പോകുന്നത്. അപ്പോൾ എന്നാൽ പ്രാർത്ഥനയിലും ഭക്തി പരിപാടികളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ശൈലിയായിട്ട് നമ്മുടെ CSM സംഘടനയ്ക്കുള്ളത്. നല്ല വ്യക്തിത്വമുള്ള യുവതിയുവാക്കളെ വാർത്തെടുക്കുക എന്നൊരു ദൗത്യം CSM സംഘടനയ്ക്കുണ്ട്. ഈ വർഷത്തെ CSMന്റെ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങളവരുടെ പങ്കാളിത്തവും സഹകരണവും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നേ ദിവസം മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. നമ്മുടെ കോളേജിലെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബെർക്ക്മൻസിനെ തിരുസഭ അനുസ്മരിക്കുന്ന ദിനമാണ്. കേവലം 22 വയസ്സ് മാത്രം ജീവിച്ച് വിശുദ്ധിയുടെ ഔന്നത്യങ്ങൾ കീഴടക്കിയ ആ വിശുദ്ധന്റെ ജീവിത മാതൃക നമുക്ക് പ്രചോദനമാകട്ടെ. ഈ വേദിയെ ഏറ്റവും അനുഭവപ്രദമാക്കിയ എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും CSMന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും വിജയിപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. Thank you, Deepak, for your thoughtful words and leadership. തുടർന്ന് 2025-26 അധ്യയന വർഷത്തിലെ CSM സംഘടനയുടെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി മുൻ ജോയിന്റ് സെക്രട്ടറി സിന്ത ആൻഡ് തോമസിനെ ക്ഷണിക്കുന്നു. 2025-26 CSM പ്രവർത്തന റിപ്പോർട്ട്. 2025-26 അധ്യയന വർഷത്തെ SP കോളേജ് CSMന്റെ പ്രവർത്തനങ്ങൾ 23/7/2025 പാലാ രൂപത സഹായം എത്താൻ മാർ ജേക്കബ് മുരിക്കൽ ഉദ്ഘാടനം ചെയ്തു. CSMന്റെ പ്രവർത്തന ലക്ഷ്യങ്ങളെയും മാനുഷിക മൂല്യങ്ങളെയും കുറിച്ച് പിതാവ് സംസാരിച്ചു. CSM എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത മാർ തോമസ് തറയിൽ പിതാവിനെ സന്ദർശിച്ച് CSM പ്രവർത്തനങ്ങളെ പറ്റി സംസാരിക്കുകയും പിതാവിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു.
2025 ഓഗസ്റ്റ് 27-ന് CSMന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി. SP കോളേജ് CSMന്റെ നേതൃത്വത്തിൽ നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികളെയും മറ്റു കോളേജിലെ വിദ്യാർത്ഥികളെയും ചേർത്തുകൊണ്ട് യൂത്ത് ട്രെയിനിങ് പ്രോഗ്രാം റോഡ് ടു MA സെപ്റ്റംബർ 12-13 ദിവസങ്ങളിൽ കുന്നന്താനം സെഗിയോൺ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ഫാദർ മനു കൊട്ടാനിയിൽ MSD പ്രോഗ്രാമിന് നേതൃത്വം നൽകി. കുട്ടിക്കാനം മരിയൻ കോളേജിൽ വെച്ച് നടത്തപ്പെട്ട കോവാഡിസ് എന്ന ക്യാമ്പിൽ CSM പ്രവർത്തന സമിതി അംഗങ്ങൾ പങ്കെടുത്തു. 2025 നവംബർ 11-ന് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലിത്ത മാർ തോമസ് തറയിൽ പിതാവുമായി CSM അംഗങ്ങൾ നടത്തിയ അഭിമുഖത്തിൽ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുകയും പിതാവിന്റെ അഭിപ്രായങ്ങൾ ആരായുകയും ചെയ്തു. ചങ്ങനാശ്ശേരി മീഡിയ വില്ലേജ് സംഘടിപ്പിച്ച കോഫി വിത്ത് ആർച്ച് ബിഷപ്പ് എന്ന പ്രോഗ്രാമിനോട് സഹകരിച്ചാണ് അഭിമുഖം നടത്തിയത്. ഡിസംബർ 1-ന് ക്രിസ്മസിനെ വരവേറ്റുകൊണ്ട് ക്രിസ്മസ് മെലഡീസ് എന്ന പ്രോഗ്രാം കോളേജ് ക്യാമ്പസിലെ തണൽക്കൂടത്തിൽ വെച്ച് നടത്തപ്പെട്ടു. 2025 ഡിസംബർ 2-ന് ഫാദർ മനു കൊട്ടാനിൽ MSDയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ധ്യാനം നടത്തി. അതോടൊപ്പം CSMന്റെ സഹകരണത്തോടെ എല്ലാ മാസത്തിലെയും ആദ്യ വെള്ളിയാഴ്ച കോളേജ് ചാപ്പലിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുകയും എല്ലാ ബുധനാഴ്ചയും ആരാധനയും ജപമാല അർപ്പണവും നടത്തി വരികയും ചെയ്യുന്നു. നന്ദി സിംറ്റ. CSM സംഘടനയുടെ പ്രവർത്തന വർഷ ഉദ്ഘാടനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നിലപാടുകളോടും ബോധ്യങ്ങളോടും നീതി പുലർത്തി ആ നീതിബോധം നൽകിയ കുരിശുപേറി സീറോ മലബാർ സഭയെ ധീരതയോടെ നയിച്ച മുൻ മേജർ ആർച്ച് ബിഷപ്പ് അത്യുന്നത കർദിനാൾ അഭിവന്ദ്യമാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ ബർക്ക്മെൻസ് ഡേ ദിനാചരണത്തിനും CSM സംഘടനയുടെ പ്രവർത്തന വർഷ ഉദ്ഘാടനത്തിനും മുഖ്യ പ്രഭാഷണത്തിനുമായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദനങ്ങൾ. ഇന്നിവിടെ രണ്ട് സംഭവങ്ങളാണ്. ഒന്ന് കോളേജ് ഡേ, അല്ലെങ്കിൽ പേട്രൺസ് ഡേ. ഈ പേട്രണിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഒരിക്കൽ ബെൽജിയത്ത് പോയപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വിഷയ ഭവനത്തിൽ അടക്കിയിരിക്കുന്ന പോയിരുന്നു. അപ്പോൾ ജസ്യൂട്ട് സഭയിലെ അല്ലെങ്കിൽ ഈശോ സഭയിലെ നോവീസ് ആയിരുന്ന കാലത്താണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ആഗസ്റ്റാണ് മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ദർശനം അവതരിപ്പിച്ചു. അതിൽ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധയപ്പെടുത്താനുള്ളത്, ചെറിയ കാര്യങ്ങളിലെ വിശ്വസ്തത വലിയ കാര്യങ്ങളിലും ഉണ്ടായിരിക്കണമെന്ന് അദ്ദേഹം കുറിച്ച് വെച്ചിരുന്നു. ഇപ്പം നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം മുതൽ ഈ സമയം വരെ എത്രയോ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ചെറിയ കാര്യങ്ങളെല്ലാം ഇന്ന് നിങ്ങൾ രാവിലെ ചെയ്തത് പ്രധാനമായിട്ടും ഈ സമ്മേളനത്തിൽ സംബന്ധിക്കാനാണ്. ഈ ബർക്ക്മെൻസ് ഡേയുടെയും CSMന്റെ പ്രവർത്തന വർഷ ഉദ്ഘാടനത്തിൻ്റെയും സമ്മേളനത്തിലും പരിപാടികളിലും സംബന്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വലിയ കാര്യത്തിന് വേണ്ടി മറ്റു ചെറിയ കാര്യങ്ങൾ ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. എല്ലാവരും ചെയ്യുന്ന വലിയ കാര്യങ്ങൾ അവരവരെ സംബന്ധിച്ചിടത്തോളം, അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടവയാണ്. ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നത് കുറേ ആളുകൾ ചെയ്യുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മെപ്പോലുള്ളവർ ചെയ്യുന്നത് അത്ര പ്രധാനപ്പെട്ടതല്ല എന്ന് നേരെ മറിച്ചാണ്. എല്ലാവരും ചെയ്യുന്നത് ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും ഒന്നിച്ച് ചെയ്തെങ്കിൽ മാത്രമേ ഈ സമൂഹവും പ്രപഞ്ചം പോലും മുന്നോട്ട് നീങ്ങുകയുള്ളൂ. സഭയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. ഞാനൊരിക്കൽ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. UCയിൽ താമസിക്കുന്ന കാലത്ത് കോട്ടയം സെമിനാരി ക്ലാസ്സിലൊക്കെ ഞാൻ ട്രെയിനിൻ്റെ സീസൺ ടിക്കറ്റ് എടുത്താണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്പൂതിരി സഹോദരൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് ചോദിച്ചു, ഒരു കത്തോലിക്ക അച്ഛനല്ലേ എന്ന് ചോദിച്ചു. അതെ, ഞാൻ നോർവേയിട്ടാണ് യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ, നിങ്ങൾ എത്രയോ ഭാഗ്യപ്പെട്ടവരാണ്. അദ്ദേഹത്തിൻ്റെ പ്രഥമ കമൻ്റായിരുന്നു. ഞാൻ ചോദിച്ചു, അതെന്താ? അതായത് നിങ്ങൾക്കൊരു പാപ്പ, പിന്നെ മെത്രാന്മാർ, പിന്നെ വൈദികർ, പിന്നെ സന്യാസ ജീവിതത്തിലുള്ളവർ, അത് കഴിഞ്ഞാൽ പിന്നെ അൽമായരായ എത്രയോ വലിയ നേതാക്കൾ, നിങ്ങളെല്ലാം കൂടെ വലിയ കൂട്ടായ്മയിൽ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽപ്പെട്ടതാണ്. വലിയ ഐക്യത്തിൽ മുന്നേറുന്നു. വലിയൊരു ശക്തിയാണ് നിങ്ങൾ. പക്ഷെ ഞങ്ങൾക്ക് അതില്ല.
അങ്ങനെയൊന്നും ഞങ്ങളെ ഒന്നാക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളെ ഐക്യപ്പെടുത്തുന്ന ഒരു ഘടകമില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരാ, ഇത് ഞങ്ങളായിട്ട് കണ്ടുപിടിച്ചതല്ല, ഇത് ഞങ്ങൾക്ക് നൽകപ്പെട്ടത്. ഇത് ഞങ്ങൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു ഞങ്ങൾക്ക് നൽകിയിട്ട് പോയതാണ്. ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും ഇന്നയില്ല സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണമെന്നും ഒക്കെ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ക്രെഡിറ്റും ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവത്തിനാണ്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ കൃപയ്ക്ക് നന്ദി പറയുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ്. ഇത് തന്നെയാണ് അദ്ദേഹം എന്നോട് പറയുന്നത്, ഇത് തന്നെയാണ് നിങ്ങളുടെ വലിയ ഒരു സാക്ഷ്യം അല്ലെങ്കിൽ വലിയ ഒരു നേട്ടം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് 4 പ്രധാനപ്പെട്ട ആശയങ്ങൾ പറയാൻ തുടങ്ങിയില്ലെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നതല്ലേ? തുടങ്ങിയത്. അപ്പോൾ ഈ 4 പ്രധാനപ്പെട്ട ആശയങ്ങളിലെ ഒന്നാമത്തേതിലേക്കുള്ള അല്ലെങ്കിൽ അവസാനത്തേതിലേക്കുള്ള ഒരാമുഖമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എല്ലാറ്റിനും ഉപരി ദൈവത്തിൽ നമ്മൾ എത്തുന്നത് കർത്താവായ ഈശോമിശിഹായിലൂടെയും അവിടുത്തെ ആത്മാവിലൂടെയും ദൈവത്തെ മുൻനിർത്തിയുള്ള ഒരു ജീവിതം ഇല്ല എന്ന് വരികിൽ നമുക്കൊരിക്കലും നമ്മുടെ ജീവിതം വിജയിപ്പിക്കാൻ സാധിക്കില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ തമിഴ്നാട്ടിലായിരുന്നല്ലോ 14 വർഷം. അപ്പോൾ തമിഴരോട് എനിക്കൊരു ആഭിമുഖ്യമുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിലെ അസംബ്ലിയുടെ പ്രസംഗത്തിൽ ഒരു MLA ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ സൂചിപ്പിച്ച് സംസാരിച്ചു. അപ്പോൾ അതിനെപ്പറ്റി ഇത് സെക്കുലറായിട്ടുള്ള ഒരു രാജ്യമാണ്, ഇവിടെ ഒരു മതത്തിൻ്റെ കാര്യം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മറ്റംഗങ്ങളിൽ ആരോ പ്രതികരിച്ചത്രേ. അപ്പോൾ അദ്ദേഹം പിറ്റേ ദിവസം ഒന്നുകൂടെ തർപ്പിച്ച് തൻ്റെ ക്രൈസ്തവ വിശ്വാസം പറഞ്ഞുകൊണ്ട് അതിൻ്റെ കുറേ സവിശേഷതകൾ വ്യാഖ്യാനിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ വിജയം മുഴുവൻ ഇതുവരെയുള്ളത് ഈ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ടാണ്, യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും കാരുണ്യവും ഒക്കെ പ്രാവർത്തികമാക്കിയതുകൊണ്ടാണെന്ന് പറഞ്ഞ് ഒരു ഉഗ്രം പ്രസംഗം അസംബ്ലിയിൽ നടന്നു. അവസാനം എല്ലാവരും കൈയടിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ധീരതയോടുകൂടി ക്രൈസ്തവ വിശ്വാസത്തിന് സാക്ഷ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണമെന്ന് വരികിൽ അത് പൊതുവേദികളിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ, സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ, അതുപോലെ തന്നെ സാംസ്കാരിക രംഗങ്ങളിൽ ക്രൈസ്തവ വിശ്വാസം ഉയർത്തിപ്പിടിച്ചാൽ ഉയർച്ച ഉണ്ടാകുകയെന്ന് കരുതി അതിനെ മയപ്പെടുത്തുന്നവര് ഒരു കാലത്തുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പോഴേ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഏതൊരു രാജ്യത്തിലും ആർക്കും വിജയിക്കാവുന്ന ഒരു കാലം വന്നിട്ടുണ്ട് ഈ ഗ്ലോബലൈസേഷനോടുകൂടെ. നമുക്കറിയാമല്ലോ, അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും. അതൊന്നും ഞാനും എൻ്റെ അഭിപ്രായം ഇവിടെ പറയുന്നില്ല. പക്ഷേ ഒരിക്കലും അദ്ദേഹം ബൈബിളെടുത്ത് നെഞ്ചത്ത് വെച്ചുകൊണ്ടാണ് തൻ്റെ പ്രതിജ്ഞാവാചകം ചൊല്ലിയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ധീരത അദ്ദേഹം ലോകത്തിന് മുഴുവൻ നൽകുകയാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തി ഈ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ അത് ലോകത്തിന് മുഴുവൻ ഒരു നൽകുന്ന പ്രചോദനം എത്ര വലുതാണ്. അതുപോലെ ആയിരിക്കും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിത രംഗങ്ങളിൽ ദൈവത്തിൻ്റെ സ്ഥാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം ദൈവത്തോടു കൂടിയാണ് വിജയിക്കുന്നതെന്നുള്ള ബോധ്യത്തിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലം. എനിക്കൊരു ഡോക്ടറെ അറിയാം, നമ്മുടെ പ്രസിദ്ധമായ ഒരു ആശുപത്രിയിലെ ഒരു ഹാർട്ട് സർജനാണ്. അദ്ദേഹം എല്ലാ ദിവസവും പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ ഇറങ്ങാറുള്ളൂ. ഓരോ സർജറി നടത്തുമ്പോഴും അതിനു മുമ്പായിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടേ ആ സർജറി നടത്തുകയും. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനം ഞാനിവിടെ ചെയ്യുന്നതിന് മാത്രമാണ്. ദൈവമാണ് വിശുദ്ധരിൽ ഞങ്ങളെല്ലാവരും കൂട്ടത്തിൽ നിൽക്കുന്നവർ മാത്രമല്ലേ അച്ഛ എന്നോട് ചോദിച്ചത് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ പല പല അനുഭവങ്ങൾ പറയാറുണ്ട്. ഞാൻ അനുഭവങ്ങൾ പറഞ്ഞു പോകുന്നില്ല. അപ്പോൾ അതിലേക്ക് വരുന്നതിനുള്ള 3 ഘടകങ്ങളാണ്. ഇന്ന് ഒന്നാമതായിട്ട് നമുക്ക് വേൾഡ് ഹ്യൂമൻ സൊസൈറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ലോകത്തിന് മുഴുവൻ കൂടെ ഒരു മനുഷ്യ സമൂഹം ഐക്യത്തിൽ പോകുന്ന ഒരു മനുഷ്യ സമൂഹം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഈ കോളേജിൽ പഠിച്ചവനാണ്. ഈ കോളേജിൽ BA എക്കണോമിക്സിന് 1965 പഠിച്ച് പാസ്സായ ആളാണ് ഞാൻ. എനിക്കും ശ്രീ NM ജോസഫ് സാർ, അദ്ദേഹം പിന്നീട് വനം വകുപ്പ് മന്ത്രിയായിട്ട് നമ്മുടെ കേരളത്തിൽ സേവനം ചെയ്ത ആളാണ്. അദ്ദേഹം മരിച്ചുപോയി. ഞങ്ങൾക്ക് 2 പേർക്കായിരുന്നു BA എക്കണോമിക്സിന് ഫസ്റ്റ് ക്ലാസ്സാണ്. ഇവിടെ 2 പേർക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ ആകെ 4 പേർക്ക്. ഇന്നത്തെ പോലെ അധികം പേർക്ക് എക്കണോമിക്സിന് ഫസ്റ്റ് ക്ലാസ് കൊടുക്കുകയല്ലേ. അപ്പോൾ അതൊക്കെ ഞാൻ ഓർക്കുകയാണ്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്ന് പ്രിൻസിപ്പലിൻ്റെ റൂമിലിരിക്കുന്ന സമയത്ത് ഒരാൾ എന്നെ ഫോൺ വിളിച്ചു ഒരു അത്യാവശ്യ കാര്യത്തിൽ അല്പം ദീർഘമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു.
ഒരു വലിയ ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇങ്ങനെ സെൻറ്റ് വിമൻസ് കോളേജിൽ CSMൻ്റെ ഒരു ഉദ്ഘാടന സമ്മേളനത്തിൽ സംബന്ധിക്കാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ ചെയ്യുക, പിന്നീട് ചെറിയ വിളിക്കാവുന്നത് അവർക്ക് ഉടനെ എന്നോട് എൻ്റെ പിതാവേ സെൻറ്റ് വിമൻസ് കോളേജ് എന്ന് കേട്ടപ്പോൾ എനിക്ക് ആ പാട്ടിന് ത്രില്ലായിപ്പോയി. ഞാൻ ചോദിച്ചാൽ PO എന്നെ എപ്പോഴും പ്രസിപ്പിക്കുന്ന ഒരു പേരാണ് സെൻറ്റ് വിമൻസ് കോളേജ്. അദ്ദേഹം എന്നോട് ഇന്ന് രാവിലെ പറഞ്ഞത് ഈ പ്രിൻസിപ്പലിൻ്റെ കൂടിയിൽ എനിക്ക്. അപ്പോൾ ഇതുപോലെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങൾക്കും അങ്ങനെ ആകണം. അച്ഛൻ ഈ കോളേജിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് പ്രിൻസിപ്പൽ അച്ഛനെ സംസാരിച്ചത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ നാം അറിയാതെ വലിയവരാക്കുന്ന സമ്പന്നങ്ങൾ നാം ഇപ്പോൾ അതറിയുകയില്ല. ജീവിത സായാഹ്നത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്ന ആളാണ് നമ്മളെ വാസ്തവത്തിൽ നമ്മളെ നാമാക്കുന്ന ഈ ഘടകങ്ങളെല്ലാം ചിന്തിച്ച് നമ്മൾ അതിശയിച്ചു പോകും. ദൈവത്തിൻ്റെ അദൃശ്യമായ കരങ്ങൾ നമ്മളെ കൊണ്ടുപോകുന്ന മേഖലകൾ, അതിനോട് സഹകരിച്ചാൽ നമുക്ക് കിട്ടുന്ന ഫലങ്ങൾ, അതോടൊപ്പം നമ്മൾ വാസ്തവത്തിൽ സ്തംഭിച്ചിരുന്നു. അപ്പോൾ ആ സാറ് പറഞ്ഞാൽ ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങളെ അന്നത്തെ പ്രൊഫസേഴ്സിനെയൊക്കെ ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ട് തന്നെയാണ് കണ്ടിരുന്നത്. ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, മിക്കവാറും ഒരു 50-60% പേരുടെ പേരുകൾ ഞാനിപ്പോൾ ഓർക്കുന്നു. അതുപോലെ ഉള്ള വ്യക്തികളായിരുന്നു അന്നത്തെ പ്രൊഫസേഴ്സ്. ഇന്നത്തതും അങ്ങനെ തന്നെയാണ്. പക്ഷെ നാം അവരെ അങ്ങനെ കാണണം, നമ്മളെ വലുതാക്കുന്നവരാണ് അവരെല്ലാം. അപ്പോൾ ഇന്നത്തെ ഈ വേൾഡ് ഹ്യൂമൻ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ ചെന്നാലും നാം ആയിരിക്കണം. നമ്മൾ ഒരിക്കലും ഒരു അപകർഷതാബോധമുള്ളവരായിരിക്കണം. നമ്മുടെ കഴിവുകളെയും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ദാനങ്ങളെയും കഴിവുകൾ വികസിപ്പിച്ച് ആ സാഹചര്യത്തിൽ ധീരതയോടെ നിൽക്കുവാൻ, ചങ്കൂറ്റത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വം നമുക്കുണ്ടായിരിക്കും. നമ്മുടെ പല ആളുകളും അങ്ങനെ തന്നെയാണ്. ഞാൻ എൻ്റെ പഴയകാല ശുശ്രൂഷയുടെ സമയത്ത് ഒത്തിരി രാജ്യങ്ങളിൽ പോയി നമ്മുടെ സമൂഹങ്ങളെ കാണാറുണ്ടായി, അവിടെയുള്ള ഇതര സമൂഹങ്ങളെ കാണാറുണ്ടായി. അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ നേതാക്കളായിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ മാസം മാട്ടായിൽ ചെന്നപ്പോൾ ഞാനത് കേട്ടതാണ്. അവിടുത്തെ ബിഷപ്സും അവിടുത്തെ വൈദികരും ഒക്കെ നമ്മുടെ ആളുകളെ കുറിച്ച്, നമ്മുടെ വൈദികരെ കുറിച്ച് പറയുന്ന നല്ല വാക്കുകൾ കേട്ട് വാസ്തവത്തിൽ ഞാൻ അഭിമാനം. അപ്പോൾ അതുപോലെയുള്ള ഒരു നിലപാട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയണം. നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ഒരു ഗവർണേഴ്സായിട്ടും അതുപോലെ തന്നെ മന്ത്രിമാരായിട്ടും ഒക്കെ അമേരിക്കയിലും UK പ്രവർത്തിക്കുന്നു. അത്രമാത്രം അവർ ഉയരുന്ന കാലങ്ങളിൽ അതിനൊക്കെ നമ്മളെ ഒരുക്കുന്നത് നമ്മുടെ ഈ ഭാരതത്തിലെ വിദ്യാഭ്യാസമാണ്. ബേസിക് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള പൈതൃകം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വേൾഡ് കമ്മ്യൂണിറ്റിയിൽ ഒരംഗം എന്നുള്ളതിൽ നിൽക്കാൻ സാധിക്കും. ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് ഞങ്ങൾക്ക് ഇന്ത്യയിൽ ജോലി കിട്ടുക എന്നുള്ള ഇതായിരുന്നു. വൈദികരെ കുറിച്ചൊക്കെ ഞാൻ പറയുന്നത്, മറ്റുള്ളവരെ കുറിച്ച് അതായിരുന്നു അവരുടെ ലക്ഷ്യങ്ങളെല്ലാം. എൻ്റെ സഹപാഠികളെല്ലാം ഇന്ത്യയിൽ ജോലി ചെയ്താണ് അവരുടെ ജീവിതം സമാപിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും തന്നെ വിദേശത്ത് പോയില്ല. പിന്നീടാണ് വിദേശത്ത് പോകുന്നതുണ്ടായത്. അതിന് സഹായകരമായ രീതിയിലാണ് ഗ്ലോബലൈസേഷൻ എന്നുള്ള പ്രക്രിയ UN-യുടെ ആഭിമുഖ്യത്തിൽ, രാജ്യങ്ങളുടേതായിട്ടുള്ള സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട് ഇപ്പോൾ ലോകം മുഴുവൻ ഒരു ചെറിയ രാജ്യം പോലെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇതിന് സമാന്തരമായിട്ട് രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഇസ് എ സിറ്റുവേഷൻ ഓഫ് കോൺഫ്ലിക്ട്സ് ആൻഡ് വാർസ്. എന്നും ലോകത്തിൽ സംഘർഷങ്ങളും സംഘട്ടനങ്ങളും യുദ്ധങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധമൊഴിഞ്ഞ ഒരു കാലം ഞാൻ കുഞ്ഞായിരുന്നപ്പോഴും ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല. രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ച വർഷമാണ് ഞാൻ ജനിച്ചത്, അതുകൊണ്ട് അത് കാണാൻ സാധിച്ചില്ല. പക്ഷേ എന്ന് വരെയും അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലും എല്ലാ കുടുംബങ്ങളിലും ഈ ഭാരതം മുഴുവനിലും ദാരിദ്ര്യാവസ്ഥ ഉണ്ടായതൊക്കെ മനസ്സിലാക്കി ജീവിച്ചയാളാണ് ഞാൻ. അപ്പോൾ ഇതുപോലെയുള്ള യുദ്ധത്തിൻ്റെയും കലഹങ്ങളുടെയും ഭിന്നതകളുടെയും മത്സരങ്ങളുടെയും ഒരു കേളി രംഗമായിട്ട് രാജ്യങ്ങൾ മാറിയിരിക്കുകയാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം വാസ്തവത്തിൽ നമ്മൾ പഠിക്കേണ്ടതായ പലതും. ഇപ്പോൾ നടക്കുന്ന വലിയ യുദ്ധമുണ്ടല്ലോ, ഇറാൻ, US, ഇസ്രായേൽ യുദ്ധത്തിൽ നമുക്കറിയാം അവരുടെ രണ്ടു കൂട്ടത്തെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട്, പക്ഷേ പരസ്പരം മത്സരിച്ച് മല്ലടിച്ച് അവരെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അവർ ചിന്തിക്കുന്നില്ല. പക്ഷെ അവർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അതുവഴിയായിട്ട് ലോകവും പരാജയപ്പെടുകയാണ്. അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് നമുക്ക് നമ്മുടെ ആദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക്
മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ ആധുനിക സാങ്കേതിക സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നതാണ്, നിങ്ങൾ അറിയാതെ ഉപയോഗിക്കുന്നതാണ്. എനിക്കിപ്പോൾ ഒരു വലിയ പരാധീനത വെറും ആർട്ടിഫിഷ്യൽ ക്രിയേഷനായിട്ടുള്ള AI-യുടെ പല പരിപാടികളും വരുമ്പോൾ എനിക്ക് പിടിച്ചിട്ട് ഞാനോടൊപ്പം അത് ശരിയായിട്ടുള്ളതാണെന്ന് കണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സെക്രട്ടറി ഇതാണ് ഇതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ശരിയായിട്ടുള്ളതൊന്നുമല്ല, AI പ്രൊഡക്ഷനാണെന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ AI-യെ കുറിച്ച് പരിശുദ്ധ പിതാവ് ദൈവം അപ്പം പറഞ്ഞിട്ടുള്ളത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുക. പരിശുദ്ധ പിതാവ് AI-യെ കുറിച്ച്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഈ അടുത്തിടെ പറഞ്ഞ കുറേ നിരീക്ഷണങ്ങൾ വാസ്തവത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഞാൻ ക്യാപ്ഷനായിട്ട് എടുത്തിട്ട് 2-3 ദിവസമായിട്ട് ധ്യാനിക്കുകയാണ്. കാരണം അത്രമാത്രം നമ്മുടെ സമൂഹത്തെ വിലയിരുത്തുന്ന നിരീക്ഷണങ്ങളാണ് പരിശുദ്ധത പറഞ്ഞിരിക്കുന്നത്. AI can expand our knowledge, but it must never replace our wisdom. It must never replace our wisdom. നമ്മുടെ ജ്ഞാനത്തെ മറികടക്കാൻ AI-യെ നമ്മൾ സമ്മതിക്കരുത്. എന്ന് വെച്ചാൽ നമ്മൾ AI-യുടെ അടിമകളാകണം. എല്ലാം കിട്ടിയാൽ ഉടനെ നമ്മുടെ മൊബൈൽ എടുത്തിട്ട് അത് AI നോക്കി ഉത്തരം കണ്ടെത്തുക എന്നൊക്കെയുള്ള പ്രവണതയ്ക്ക് നമ്മൾ അടിമകളാണ്. നമ്മളുടെ ബുദ്ധിശക്തിയെ നമ്മളെ അപ്രകാരം അടിമത്തത്തിലേക്ക് വിടുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ടെക്നോളജി ഷുഡ് സെർവ് ദ ഹ്യൂമൻ പേഴ്സൺ, നെവർ ഡിമിനിഷ് ഹ്യൂമൻ ഡിഗ്നിറ്റി. മനുഷ്യനെ ശുശ്രൂഷിക്കാനുള്ളതാണ് സാങ്കേതിക വിദ്യ, അല്ലാതെ അവൻ്റെ മാനുഷികമായ മഹത്വത്തെ നശിപ്പിക്കാനുള്ളതാണ്. പെട്ടെന്ന് വായിച്ചിരിക്കുകയാണ്. Young people must learn not only to use technology, but to think, discern and choose freely. നമ്മൾ AI-യോ മറ്റു സാങ്കേതിക വിദ്യകളോ ഉപയോഗിക്കുന്നതൊക്കെയാണ്, പക്ഷേ അതിന് നമ്മളൊരിക്കലും നമ്മെ തന്നെ വിട്ടുകൊടുക്കരുത്. നമ്മൾ ഒരു സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവ് നമ്മൾ നിലനിർത്തേണ്ടതാണ്. ഇൻഫർമേഷൻ ഈസ് നോട്ട് വിസ്ഡം. ആ വെറുമുള്ള അറിവ് അത് ജ്ഞാനമല്ല. ജ്ഞാനം എന്ന് പറയുന്നത് ജീവിതത്തിന് മാർഗദർശകമായി തീരുന്ന അറിവാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് മാർഗദർശകമായിട്ടുള്ള ആ ജ്ഞാനം നിങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ സമ്പാദിക്കണം. അതാണ് ബൗദ്ധ പിതാവ് പറയുന്നതുകൊണ്ട് CSM-നെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം. നിങ്ങൾ CSM-ൽ നിന്ന് നേടേണ്ടത് അതാണ്. ഒരു ജീവിത ദർശനം, ഒരു ക്രൈസ്തവ ജീവിത ദർശനം, ഒരു ക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ അടിയുറച്ച ഒരു ദർശനം. ആ ദർശനത്തിൽ നിന്ന് മറ്റൊരു മറ്റൊരു ദർശനത്തിനും അതിനേക്കാൾ മാഹാത്മ്യമില്ല എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. Information is not wisdom. Wisdom requires truth, reflection, and a heart capable of love. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഹാർട്ട് കേപ്പബിൾ ഓഫ് ലവ്. ഒരു റോബോട്ടിന് ഹൃദയമില്ല. ഒരു റോബോട്ട് പലതും നമ്മളെ പഠിപ്പിക്കും, പക്ഷെ ഒരു റോബോട്ടിന് നമ്മളെ സ്നേഹിക്കാൻ പറ്റില്ല. നമുക്ക് സ്നേഹിക്കാൻ പറ്റും. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. ഒരു റോബോട്ടിനെ വേണമെങ്കിൽ ബാക്കിയുമായിട്ട് നാലികനം ചെയ്യാം, പക്ഷെ സ്നേഹം കൊടുക്കാൻ പറ്റുകയില്ല. Let AI be a tool in your hands, not the master of your mind. നമ്മളൊരിക്കലും AI നമ്മുടെ മാസ്റ്ററായിട്ട് എടുക്കരുത്. In an age of artificial intelligence, we must rediscover the value of human intelligence and the human heart. മറ്റുള്ളവരെ ഹൃദയമുള്ള മനുഷ്യരായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം. നമുക്കും ഹൃദയമുണ്ടായിരിക്കണം. വളരെയേറെ വിദ്യാവിചക്ഷണനായിരുന്ന വ്യക്തിയാണ് കാർഡിനൽ ന്യൂമാൻ. അദ്ദേഹം പറയുന്നത് കോർ എന്ന് പറഞ്ഞാൽ കോർട്ടിയം, നിങ്ങൾക്കറിയാവുന്ന കോർ എന്ന് പറഞ്ഞാൽ കാർഡിയോളജി, ഈ കോർ എന്ന് പറഞ്ഞാൽ ഹൃദയം എന്നാണ്. അപ്പോൾ ഹൃദയത്തോട് സംസാരിക്കും. ഒരു മനുഷ്യൻ വാസ്തവത്തിൽ സംസാരിക്കേണ്ട അവൻ്റെ ബുദ്ധിയോട് മാത്രമല്ല,
അവൻ്റെ ഹൃദയത്തോടാണ്, അവൻ്റെ വ്യക്തിത്വത്തോടാണ് സംസാരിക്കാൻ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. The future belongs not simply to those who know how to use AI, but to those who know how to use it responsibly. ഉത്തരവാദിത്വ ബോധത്തോടുകൂടി AI ഉപയോഗിക്കാൻ പഠിക്കുക. ഇതിനുവേണ്ടി തന്നെ ഇപ്പം ഇവിടെ ഒരു പുതിയ കോഴ്സ് തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പഠിച്ചെന്നാണ് മനസ്സിലാക്കിയത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്. വെരി ഗുഡ്. ഞങ്ങളുടെ സെമിനാരിൽ നിന്ന് ഒരു വിദ്യാർത്ഥി വന്ന് അത് പഠിക്കുന്നുണ്ട്, ജോയിസ്, അതിന് വഴക്കായിരുന്നു. അതുപോലെ തന്നെ വേറെ വിദ്യാർത്ഥി സൈക്കോളജി പഠിക്കുന്നു. ഇത് രണ്ടും വാസ്തവത്തിലെ തെരഞ്ഞെടുത്ത് പിതാവ് കൊടുത്തതിൻ്റെ കാരണം ഇത് രണ്ടും ക്രൈസ്തവ ദർശനം ഇനിയുള്ള കാലത്ത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ അവരെ യുക്തരാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. രാബേ എന്ന് പറയുന്ന അച്ഛനും ഒരു ബ്രദറാണ് ഇവിടെ സൈക്കോളജി പഠിക്കുന്നത്. ഡു നോട്ട് അലൗ അൽഗോരിതംസ്. അൽഗോരിതംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ കുറെ കണക്ക് കൂട്ടുകളുടെ ആകത്തുകയാണ്. അതാണ് ഒരു അൽഗോരിതം. ആ കണക്ക് കൂട്ടലുകളെല്ലാം കൂടെ കൂട്ടിക്കൊണ്ടാണ് നമ്മുടെ AI ഓപ്പറേറ്റ് ചെയ്യുന്നത്. Technology may connect devices, but only love can truly contact people. Young people are called to shape the future of technology without allowing technology to shape the whole of their humanity. നിങ്ങളുടെ മനുഷ്യത്വത്തെ അതിനെ രൂപവൽക്കരിക്കാൻ സാധിക്കും. A strong Instagram caption video, they tell you, AI may make us smarter, but only truth, wisdom and love can make us truly human. മറ്റേത് നമ്മളെ സ്മാർട്ടറാക്കും, നമ്മളെ വിദഗ്ധരാക്കും, നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ വാസ്തവത്തിൽ ഒരു പക്ഷേ വലിയവരാക്കും ലൗകിക മാനദണ്ഡങ്ങൾക്കനുസരിച്ച്. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു ഹ്യൂമൻ വിസ്ഡം ഉള്ളവരായിരിക്കും, ഹാർട്ടുള്ളവരായിരിക്കും. പരിശുദ്ധ പറയാം. അതുകൊണ്ട് ഇത് നിങ്ങളും തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് വായിച്ച് ധ്യാനിച്ച് പഠിച്ച് ഇരിക്കണം. ഞാൻ ലഭിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഭൗതിക ജ്ഞാനങ്ങൾ, സാങ്കേതിക വിദ്യകൾ എല്ലാം നമ്മളെ രൂപവൽക്കരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിലെല്ലാം ഏർപ്പെടുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഓർത്തിരിക്കുക. പ്രപഞ്ച വിധായകനായിട്ടുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ കേന്ദ്രമായിട്ടുള്ള ദൈവത്തമ്പുരാനിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തമ്പുരാനിന്റെ വചനങ്ങൾ കർത്താവായ യേശു മിശിഹായിലൂടെ ലഭിച്ചത് ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിത ദർശനം നമുക്ക് തന്നെ രൂപപ്പെടുത്തുവാൻ കഴിയണം. സ്വതന്ത്ര വ്യക്തികളായിട്ട് ജീവിക്കുവാൻ സാധിക്കണം. ഇതൊരു ഓട്ടോണമസ് കോളേജാണ്, സെന്റ് ബർമൻസ് ഓട്ടോണമസ് കോളേജ്. വി ഷാൽ നെവർ ലൂസ് അവർ ഓട്ടോണമി. നമ്മൾ ഓരോരുത്തരും വ്യക്തികളെന്നുള്ള നിലയിൽ നമ്മുടെ ഓട്ടോണമി നഷ്ടപ്പെടുത്തരുത്. വി ഷാൽ നെവർ ബി സ്ലേവ്സ് ടു അതേഴ്സ്, ബട്ട് യു ഷുഡ് ബി ഫ്രീ ഹ്യൂമൻ ബീയിങ്സ് വിത്ത് അവർ ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ് ടു ഗോഡ് ആൻഡ് ഓൾസോ ഇൻ ദ ഹോളി സ്പിരിറ്റ്. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസം പരിശീലിക്കാനും അത് പരിശീലിപ്പിക്കുവാനും അങ്ങനെ സമൂഹത്തെ രൂപപ്പെടുത്താൻ നമുക്ക് കഴിയും. അതിന് വചന ശ്രവണം, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ്. ഓരോ ദിവസവും ദൈവത്തോട് സംഭാഷിക്കുന്നവരാണ്. മനുഷ്യരോട് സംഭാഷിക്കാൻ കെട്ടുള്ളവരായിരിക്കും. ഇത് ഈ വാക്കുകളോടെ ഞാൻ നമ്മുടെ ഈ CSMന്റെ ഈ വർഷത്തെ പ്രവർത്തന വർഷം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായിട്ട് അറിയിച്ചുകൊണ്ട് പിൻവാങ്ങുന്നു. ദൈവത്തിന് തുടർന്ന് CSM സംഘടനയുടെ 2026-27 പ്രവർത്തന വർഷം ഇവിടെ ഇരുതെളിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉദ്ഘാടന കർമ്മത്തിനായി നമ്മൾ കേൾക്കാം. CSMന്റെ ഈ അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയും പ്രചോദനാത്മകമായ അനുഗ്രഹദായകവുമായ വാക്കുകൾ കൊണ്ട് ഞങ്ങളെ ധന്യരാക്കുകയും ചെയ്ത അഭിജ്ഞ പിതാവിന് നന്ദി. SP കോളേജിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ക്രിയാത്മകമായി ഇടപെടുന്ന ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറാളും കോളേജ് മാനേജറുമായ ബഹുമാനപ്പെട്ട ആന്റണി ഏത്തയ്ക്കാട്ടച്ചനെ സന്ദേശം നൽകുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും പ്രിയങ്കരനായ പിതാവേ, നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷൻ ദീപക് തോമസ് ദേവൻ, കോളേജിൽ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട അടിയച്ചൻ, സഹോദര വൈദികരെ, സ്നേഹമുള്ള അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ,
ഞാനിനിയും ദീർഘമായിട്ടൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കുടനെ തന്നെ CSMൻ്റെ മ്യൂസിക് ബാൻഡ് ഇവിടെ നടത്തപ്പെടുകയാണ്. നിങ്ങളൊക്കെ അത് ആസ്വദിക്കുക. നമ്മുടെ കോളേജിലെ തന്നെ കലാകാരന്മാരായിട്ടുള്ള CSM അംഗങ്ങളുടെ ഒരു പെർഫോമൻസാണ്. അതിൽ നിങ്ങളുടെ സഹകരണവും പ്രോത്സാഹനവും ഉണ്ടാകണം. മ്യൂസിക് ബാൻഡ് നമ്മളെ ഒരു വൈകാരികമായ ആത്മീയമായ ആനന്ദത്തിലേക്കാണ് നയിക്കേണ്ടത്. പ്രസംഗം കേൾക്കുന്നത് പോലെയല്ല മ്യൂസിക് കേൾക്കുക എന്ന് പറയുന്നത്. കുറച്ചുകൂടെ നിങ്ങൾക്ക് ആകർഷകവും സന്തോഷപ്രദവുമാവും. അഭിനയ പിതാവിൻ്റെ സാന്നിധ്യവും സംസാരവും ഒക്കെ നമുക്ക് ഏറെയധികം പ്രചോദനം നൽകിയിട്ടുണ്ട്. നമ്മുടെ കോളേജിൽ ഈ വർഷത്തെ കണക്കനുസരിച്ച് 3227 കുട്ടികളാണ് അഡ്മിഷൻ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏതാണ്ട് 1600 കുട്ടികൾ കാത്തലിക് കുട്ടികളാണ്. കത്തോലിക്ക സഭയിലെ നമുക്ക് അഭിമാനമുള്ള മക്കളാണ് നിങ്ങൾ. ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രത്യേകമായ ഒരു വാത്സല്യവും ഒരു സ്നേഹവും അതോടൊപ്പം ഒരു അധികാരവുമുണ്ട്. നിങ്ങളെ പരിശീലിപ്പിക്കാനായിട്ടുള്ള പ്രത്യേകമായ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ നിങ്ങളോട് കാണിക്കുന്നത്. 1600 കുട്ടികളുള്ള കത്തോലിക്ക കുട്ടികളുള്ള ഈ സ്ഥാപനത്തിൽ ഇന്നിവിടെ വന്നിരിക്കുന്നത് അതിൽ പകുതി കുട്ടികളെയുള്ള ഏതാണ്ട് 600ഓളം കുട്ടികളെ ഇവിടെ ഇന്നിപ്പോൾ ഇരിപ്പുള്ളൂ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഈ ക്യാമ്പസിലെ കാത്തലിക് കുട്ടികളെ മുഴുവൻ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ എല്ലാ അംഗങ്ങളും പങ്കെടുക്കുവാൻ വേണ്ടിയുള്ള തീവ്രമായ ഒരു ശ്രമം ഉണ്ടാകണം. CSM എന്ന് പറയുന്നത് താല്പര്യമുള്ള കുറേ കത്തോലിക്ക കുട്ടികളെ വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയല്ല. അത് ഈ കോളേജിൽ പഠിക്കുന്ന എല്ലാ കാത്തലിക് സ്റ്റുഡൻസിനെയും ബാധിക്കേണ്ട ഒരു പരിപാടിയായിട്ട് മാറണം. നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ വിളിക്കണം, കൊണ്ടുവരണം. ഇപ്പം ഈ പ്രോഗ്രാമിൻ്റെ ഇടയിൽ കുറേ കുട്ടികൾ എഴുന്നേറ്റ് പോയിട്ടുണ്ട്. അവർ പോയി വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയതാണോ എന്ന് എനിക്കറിയത്തില്ല. ആയിരിക്കാം, ചിലപ്പോൾ പുറത്ത് പോയി സംസാരിക്കാൻ വേണ്ടി പോയതായിരിക്കാം. ഒരു കാത്തലിക് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു സമ്മേളനത്തിൽ സംബന്ധിക്കുക, ഒഴിവ് സമയം അവിടെ ആയിരിക്കുക, ക്ഷമയോടെ അവിടെ ഇരുന്നത് കേൾക്കുക, അതിൻ്റെ ഒരു പുണ്യം നിങ്ങൾക്കുണ്ടാവും. നമുക്ക് ഇഷ്ടമില്ലാത്ത പരിപാടി ആയതുകൊണ്ട് പങ്കെടുക്കേണ്ട എന്ന് പറയുന്നതല്ല നമ്മുടെ ഫോർമേഷൻ. നമ്മുടെ മാതാപിതാക്കൾ പഠിപ്പിച്ചത് അങ്ങനെയല്ല. നമ്മുടെ കുടുംബത്തിൽ, നമ്മൾ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു, നമ്മൾ അഭിമാനത്തോടു കൂടി ജീവിക്കുന്നു. നിങ്ങളിൽ എന്തായിരിക്കുന്നവോ അത് ദൈവത്തിൻ്റെ കൃപയിൽ നിങ്ങൾക്ക് നൽകപ്പെട്ടതാണ്, കുടുംബങ്ങളിലൂടെയും ഈ സഭയിലൂടെയും ഒക്കെ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രസ്ഥാനത്തോട് കാണിക്കേണ്ട കൂറും വിശ്വസ്തതയും അങ്ങേയറ്റം വിലപ്പെട്ടതാണ്. നിങ്ങളത് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ വർഷം CSMലെ കുട്ടികൾ ഇവിടെ വെള്ളപ്പൊക്ക ദുരിതമുണ്ടായപ്പോൾ കുറേയേറെ കുട്ടികൾ വോളണ്ടിയേഴ്സായിട്ട് കടന്നു വന്ന് ഈ വെട്ടിത്തുരുത്ത് പോലെയുള്ള സ്ഥലങ്ങളിൽ മുട്ടറ്റം വെള്ളത്തിൽ നീന്തി നിങ്ങൾ ഭക്ഷ്യസാധനങ്ങളൊക്കെ അവിടെ എത്തിച്ചവരെ സഹായിക്കുന്നത് വലിയൊരു കാര്യമാണ്. അതിന് നേതൃത്വം കൊടുത്ത ടീം അംഗങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ അതിനു വേണ്ടി പണം പിരിച്ചു, അധ്യാപകരോട് നിങ്ങളുടെ സഹായം ചോദിച്ചു. നമ്മൾ നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല പണം ചോദിക്കുന്നത്. നമ്മൾ സമൂഹത്തിൽ ജാതി മതഭേദമന്യേ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകളുടെ അടുത്തേക്ക് സഹായം എത്തിക്കാൻ വേണ്ടി ഒരു അധ്യാപകന് മുമ്പിൽ പോയി കൈ നീട്ടുന്നത് അഭിമാനമായിട്ട് തോന്നണം. അതിലൊന്നും ഒരു ദുരഭിമാനവും നമുക്കുണ്ടാവേണ്ട കാര്യമില്ല. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും പണം വാങ്ങി നിങ്ങൾ കൊണ്ട് കൊടുത്ത ഈ ഒരു ശുശ്രൂഷ CSMന്റെ ഒരു സ്പിരിറ്റാണ്. അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ കലാലയത്തിൽ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഒരു സ്പിരിറ്റാണ്. അതൊക്കെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് കുറേ പേര് ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് 1600 പേരെന്ന് പറയുന്ന ഈ ഒരു ഗണം ഈ കോളേജിലുള്ള ബാക്കി 1600 കുട്ടികളെ സ്വാധീനിക്കേണ്ടവരാണ്. ബൈബിളിൽ പറയുന്നത് പോലെ പുളിമാവ് പോലെ പൊളിപ്പിക്കേണ്ടവരാണ് നിങ്ങൾ. നിങ്ങളുടെ സാന്നിധ്യമാണ് ഈ കോളേജിനെ കുറച്ചുകൂടി സഹാനുഭൂതിയുള്ള, സ്നേഹമുള്ള, സൗമ്യതയുള്ള, ശാന്തതയുള്ള ആളുകളായി നമ്മുടെ മറ്റുള്ള കുഞ്ഞുങ്ങളെ മാറ്റിയെടുക്കേണ്ടത്. നമുക്ക് ഈ ക്യാമ്പസിൽ വലിയൊരു റോളുണ്ട്. ഒരു കത്തോലിക്ക കുട്ടി എന്നുള്ള നിലയിൽ നിങ്ങൾ അഭിമാനിക്കണം ഈ സ്ഥാപനത്തെക്കുറിച്ച്. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മറ്റുള്ള കുട്ടികളെ കുറിച്ച് നിങ്ങൾ അഭിമാനമുള്ളവരായി അവരെ നിങ്ങൾ സ്വാധീനിക്കുന്ന ശക്തിയായിട്ട് മാറണം. ഇതാണ് നിങ്ങളുടെ നിയോഗമെന്ന് ഞാൻ കരുതുകയാണ്. ഈ ജോൺ ബെർഗ്മാൻസിനെ കുറിച്ച് നമ്മൾ ഇന്ന് കൂടുതലായിട്ടും സംസാരിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ജോൺ ബെർഗ്മാൻസ് വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ കുട്ടിയായിരുന്നു. ബെർഗ്മാൻസിന്റെ അപ്പൻ ചെരുപ്പ് കുത്തിയായിരുന്നു. പഠിക്കാനായിട്ട് സാമ്പത്തികമായി വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു.
ആ സമയത്ത് ജോലിയെടുത്താണ് ബെർക്ക്മാൻസ് സ്കൂളിലും കോളേജിലും പോയി പഠിച്ചിരുന്നതെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഈ ദിവസത്തെ സന്ദേശം, നമ്മൾ പഠിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളുടെ കഠിനാധ്വാനത്തിന്റെ വില കൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളാരും ഇന്ന് ജോലിയെടുത്ത് പഠിക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ കുടുംബത്തിലില്ല. പക്ഷേ പഠിക്കുന്നതോടൊപ്പം തന്നെ ജോലിയെടുക്കാനായിട്ടുള്ള ഒരു മനസ്സാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ കോളേജിന് സെന്റ് ബെർക്ക്മാൻസിന്റെ പേരിട്ടിരിക്കുന്നത്. ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ കഠിനാധ്വാനികളായിരിക്കണം. കുടുംബത്തിന്റെ ദാരിദ്ര്യം നമുക്കൊരു തടസ്സമല്ല. കുടുംബത്തിന്റെ പ്രതിസന്ധി നമ്മളുടെ പഠനത്തെ ഒരു രീതിയിലും പരാജയപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരില്ല. നിങ്ങൾക്കൊരു വില്ലുണ്ടെങ്കിൽ, ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പഠനത്തോടൊപ്പം നിങ്ങൾക്ക് ജോലിയെടുക്കുവാൻ കഴിയും. ജോലിയെടുത്ത് പഠിക്കുന്ന എത്രയോ കുട്ടികൾ നമ്മുടെ രാജ്യത്തുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പൊ അങ്ങനെ ജോലിയോടൊപ്പം പഠനത്തോടൊപ്പം ജോലി, അതുപോലെ തന്നെ പഠനത്തോടൊപ്പം പ്രാർത്ഥന, പഠനത്തോടൊപ്പം വീട്ടില് അമ്മ രോഗിണിയായിരുന്നു. ബെർക്ക്മാൻസിന്റെ അമ്മ ചെറുപ്പത്തിലെ രോഗിയായിരുന്നു. ഈ രോഗിയായിരിക്കുന്ന അമ്മയെ ശുശ്രൂഷിക്കുവാൻ ഈ മൂത്ത മകനായിരുന്നു വീട്ടില്. ഒത്തിരിയധികം സമയം കണ്ടെത്തി അമ്മയെ ആശ്വസിപ്പിച്ചു. അമ്മയുടെ രോഗശയ്യയിൽ പോയി ഇരുന്നു. അമ്മയ്ക്ക് വേണ്ടി സമയം കണ്ടെത്താൻ കഴിഞ്ഞു. അമ്മയെ സഹായിക്കാൻ വീട്ടുജോലികൾ ചെയ്തു. അങ്ങനെയാണ് ഈ മകൻ പഠിച്ചത്. 22 വർഷമേ ജീവിച്ചിരുന്നുള്ളൂ. പക്ഷേ 400-500 വർഷം പിന്നിട്ടിട്ടും നമ്മൾ ഇന്ന് ഈ ബെർക്ക്മാൻസിനെ കുറിച്ച് സംസാരിക്കുന്നതിന് കാരണം എന്താണ്? അത്രമാത്രം ജീവിതത്തിൽ വലിയ വലിയ സ്വാധീനം ചെലുത്തിയ കുടുംബത്തിനും സമൂഹത്തിനും കഴിയൂ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട പ്രാധാന്യം പഠനത്തിന്, ജോലി ചെയ്ത് പഠിക്കണം. ജോലിക്കും അതുപോലെ ഇപ്പം പ്രാർത്ഥനയ്ക്കും നമ്മൾ ദിവസങ്ങൾ സാധിക്കുന്നിടത്തോളം കുട്ടികൾ ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണം. കത്തോലിക്ക കുട്ടികൾ, നിങ്ങൾ സന്ധ്യാപ്രാർത്ഥന ജപമാല കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന കുട്ടികൾ നമ്മുടെ ക്യാമ്പസിലുണ്ടാവണം. അത് ഈ ക്യാമ്പസിനെ ഏറെയധികം സ്വാധീനിക്കുമെന്നുള്ളതിന് ഒരു സംശയമില്ല. മാതാപിതാക്കളെ സഹായിക്കണം. സ്വന്തം വസ്ത്രങ്ങൾ കഴുകുക, അത് തേക്കുക, അമ്മയെ സഹായിക്കുക, വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക. മുഴുവൻ സമയം മൊബൈൽ ഫോണിലും ഇരുന്ന ഒരു മുറി കയറി കഥ കടച്ചിരിക്കുന്നതല്ല ചെറുപ്പക്കാരുടെ ജീവിതം. ഇതാണ് ബെർക്ക്മാൻസ് നമുക്ക് നൽകുന്ന സന്ദേശം. ഇതനുസരിച്ചുള്ള ജീവിതത്തിലെ മാറ്റങ്ങളാണ് നമ്മൾ വരുത്തേണ്ടത്. ആ മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുമ്പോഴാണ് നിങ്ങൾ ഈ ലോകത്തിൽ സ്വാധീന ശക്തികളായി പുളിമാവായിട്ട് മാറുന്നത്. അതിന് നിങ്ങൾക്കിടയാവട്ടെ. നമുക്കൊന്ന് ഒത്തൊരുമയോടെ പരിശ്രമിക്കാം. നമ്മുടെ ഈ കലാലയത്തിൽ ഒരു ചാപ്പലുണ്ട് ഈ ക്യാമ്പസിൽ. നിങ്ങൾ ഈ ചാപ്പലിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. നിങ്ങൾ ഈ ചാപ്പൽ സന്ദർശിക്കണം. ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഈ ചാപ്പലിൽ നിങ്ങൾ കയറണം. നിങ്ങളുടെ ഇടവേളയുടെ സമയം, നിങ്ങൾക്ക് ഒരു ഫ്രീ കിട്ടുന്ന സമയം, അല്പസമയം അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ കലാലയത്തിന് വേണ്ടി, നിങ്ങളുടെ സഹപാഠികൾക്ക് വേണ്ടി, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരായി മാറണം. അതാണ് ഒരു കാത്തലിക് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും വിശുദ്ധ കുർബാനയുണ്ട്. ആ സമയത്ത് നിങ്ങൾ വെറുതെ പോയി ക്യാമ്പസിന്റെ മൂലയിലിരുന്ന് സംസാരിച്ചാൽ നിങ്ങൾക്കൊരു മനസ്സാക്ഷിക്കടി ഉണ്ടാവണം. പള്ളി കുർബാന നടക്കുന്നു, ഞാനൊരു കത്തോലിക്കനാണ്, എനിക്ക് കുർബാനയിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്, ഈ സമയം ഞാൻ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു ആത്മവിമർശനവും ഒരു ആത്മചിന്തയും ഒക്കെ നമുക്കുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബങ്ങൾക്ക് അനുഗ്രഹമാകും, നമ്മുടെ സമൂഹത്തിന് അനുഗ്രഹമാകും. ഈ ക്യാമ്പസിൽ വലിയൊരു പ്രചോദനമായി അത് തീരും. ജോൺ ബെർക്ക്മാൻസ് പഠിച്ചിരുന്ന കാലത്ത് വ്യത്യസ്ത സ്വഭാവമുള്ള സഹപാഠികളോട് എങ്ങനെ പെരുമാറി എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം തിന്മ പറഞ്ഞിരുന്ന കൂട്ടുകാരിൽ നിന്ന് ഒഴിഞ്ഞുമാറി എന്നാണ് പറയുന്നത്. ഒഴിഞ്ഞുമാറി ചില ബന്ധങ്ങളിൽ നിന്നും കൂട്ടുകെട്ടുകളിൽ നിന്നും ചില തെറ്റായ സംസാര ഗ്രൂപ്പുകളിൽ നിന്നുമൊക്കെ ബോധപൂർവം ഒഴിഞ്ഞുമാറി പ്രാർത്ഥനയുടെ, നിശബ്ദതയുടെ ഒക്കെ വലിയ സാന്നിധ്യമായി നിങ്ങൾക്ക് മാറാൻ കഴിയണം. അതാണ് ഈ ക്യാമ്പസ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഒരു കത്തോലിക്ക സ്ഥാപനത്തിൽ പഠിക്കുന്ന നിങ്ങൾ, ഒരു കത്തോലിക്ക വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഇവിടെ സംഭാവനകൾ ചെയ്യുവാനായിട്ട് ഒത്തിരി ഉണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്കിടയാവട്ടെ. ഞങ്ങൾ നിങ്ങളെ കാണുന്നത് അങ്ങനെ സ്ഫുടം ചെയ്തെടുത്ത കറതീറുന്ന മക്കളായിട്ടാണ്. ഒരു കത്തോലിക്ക കുട്ടിയെ കുറിച്ച് ഇവിടെ പരാതി വരാനിടയാവരുത്. പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിങ്ങൾ പോയി ക്ഷമ ചോദിച്ച് കൈകൂപ്പി നിൽക്കേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടാവേണ്ട കാര്യമില്ല. നിങ്ങൾ അത്രമാത്രം മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ അറിയപ്പെടുന്ന സാക്ഷ്യം വഹിക്കുന്നവരായി നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് സ്നേഹപൂർവ്വം പറയാനുണ്ട്. അതിന് ഈ ഒരു CSMന്റെ പ്രവർത്തനങ്ങളൊക്കെ ഉപകരിക്കട്ടെ. നിങ്ങളുടെ സജീവമായ സാന്നിധ്യം ഉണ്ടാകട്ടെ.
താല്പര്യമില്ലാത്ത കുട്ടികളെ പോലും കൂട്ടിക്കൊണ്ട് വന്ന് ഇവിടെയൊക്കെ ഇരിക്കാനും ഈ ഒരു കൂട്ടായ്മയിൽ അഭിമാനിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു ഫാദർ ഫോർ യുവർ വാല്യുബിൾ മെസ്സേജ്. ഒരു തവണ പാടുന്നവൻ 2 തവണ പ്രാർത്ഥിക്കുന്നു. സഭാപിതാവായ വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകളാണിവ. മണ്ണിനെ വീട്ടിലേക്ക് ഉയർത്തുന്ന സ്വരമാധുര്യവുമായി നമുക്ക് മുന്നിലെത്തുന്ന സെന്റ് വെൽക്കമൻസ് കോളേജ് CSM ബാൻഡ് അംഗങ്ങളെ സംഗീത വിരുദ്ധനായി സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. All right, good morning everyone. It's pretty awesome that you all are here. I always wanted this to really happen, that we all are in a single room. Even if some kids have left, it's okay, right? So we're just gonna do like I think 2 or 3 songs. It's not gonna be too long, so we're not gonna bore you out here. I just want to say one verse from the Word of God, which is 1 John chapter 4 verse 19. It says, God loved us first, and because of that, we really love Him, right? So whatever we are doing here today, actually is the reason I'm talking in English, right? And Malayalam actually right? So I really appreciate if you just cooperate with the words that I'm speaking, right? So today we are here just to hear the gospel songs and really understand how much we love God, because God is important for us. Can we really get a clap? Come on. All right. That's what I really want. Somebody
വചനത്താൽ എന്നെ കഴുകണമേ. ഹിതം പോലെന്നെ നടത്തിയിടമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആരാധന അങ്ങേക്ക് ആരാധന. യേശുവേ അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന. യേശുവേ അങ്ങേക്ക് ആരാധന. ഓ ശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടണമേ. വിശ്വാസത്തിലെന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തുവെന്ന പാറയിൽ നിർത്തിയിടണമേ. ആരാധന അങ്ങേക്ക് ആരാധന. യേശുവേ അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന. യേശുവേ അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന. യേശുവേ അങ്ങേക്ക് ആരാധന. ആരാധന യേശുവേ അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന. യേശുവേ അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന. യേശുവേ അങ്ങേക്ക് ആരാധന. സ്തുതിക്കും സ്തോത്രത്തിനും ബഹുമാനത്തിനും യോഗ്യനേ. അങ്ങേക്ക് ആരാധന. I call you faithful for the promises you've kept and every need you met. Lord, I'm so grateful you were with me every step, and I never will forget. When I think of how you blessed me, how your hands never let me go, never let me go. You have been so good to me. Oh, I can't believe how you love me. What a friend you have been. So
when I think of how you bless, how your hand never let me go, never let me go. You have been so good to me. Oh God, I can't believe how you love me. What a friend you have been. So good to me. Oh God, I can't believe how you love me. What a friend you have been. What a friend we have in Jesus. For every morning, for every open door, I'm only faithful, and I just wanna thank you, Lord. For every mountain, for how you've always brought me through. I'm only faithful, and I just wanna thank you, Lord. For your forgiveness, for how you've always moved my hand. I'm always faithful, and I just wanna thank you, Lord, for your salvation, for how you always paid the price. I'm always faithful, and I just wanna thank you, Lord. Oh, and I just wanna thank you, Lord. And I just wanna thank you, Lord. You have been so good to me. Oh God, I can't believe how you love me. What a friend you have been, so good to me. Oh God, I can't believe how you love me. What a friend you have been. This will be the last song of the day. I know it's a pretty short time, but then that's what we can do, right? This song is one of my favorite ones because, as you got to know already, that I praise the Lord always. This is one of the songs that I keep praising Him throughout every day. It's like a constant song that I keep singing. It's not really the music; it's the words, the lyrics that speaks out for the Lord, because all glory belongs to Him, right? Okay. All my words fall short. I've got nothing new. How could I express all my gratitude? I could sing this song as I often do. Every song must stay, and you so I told my head, praise you again and again. It's all that I have is a hallelujah, hallelujah. And I know it's not much, but I'm nothing
except for a heart singing hallelujah, hallelujah. Come on. I've got one response. I've got just one with my arms full. I will worship you. So I throw my hands and praise you again and again. So that I have is a hallelujah, hallelujah. And I know it's not mine, but I've nothing else before me except for a heart singing hallelujah, hallelujah, come on, my son. Oh, don't you get shy on me, lift up yours. And you got the lion inside of those lungs. Get up and praise the Lord. Come on, my son. Oh, don't you get shy on me, lift up yours. You got the lion inside of those lungs. Get up and praise the Lord. Come on, my son. Oh, don't you get shy on me, lift up yours. And you got the light inside of those lungs. Get up and praise the Lord. Yeah. So I throw my hands, praise you again and again. It's all that I have is a hallelujah, hallelujah. And I know it's not mine, but I've nothing else before it. Except for a heart singing hallelujah, Alright, so I'm so sorry, but that will be it, right? This just 3 songs. I hope that we do this more often because it's very hard to get all the children. I mean, I'm a child as well, right? So all the students to get in a single room to do this. I would really love to do it again and again because it's very hard to get all the whole college, including the faculty that we have here, right? It's very awesome. Thanks for being a lovely audience. God bless you all. Thank you. Heartfelt thanks to our CSM Band for bringing so much light, joy and grace to our souls through your heavenly singing.
ഇന്നത്തെ ഔദ്യോഗിക ചടങ്ങുകൾ സമാപനത്തോടടുക്കുമ്പോൾ സാന്നിധ്യം കൊണ്ടും പ്രചോദനാത്മകമായ വാക്കുകൾ കൊണ്ടും ഈ ദിനത്തെ ധന്യമാക്കിയ എല്ലാവർക്കും നന്ദി അർപ്പിക്കുവാൻ CSM വൈസ് പ്രസിഡന്റായ ലയ ബിജുവിനെ ക്ഷണിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹിസ് എമിനൻസ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവേ, ബഹുമാനപ്പെട്ട ആന്റണി ഏത്തക്കാടച്ച, ഡോക്ടർ ടെഡി കാഞ്ഞിപ്പറമ്പിലച്ച, ഡോക്ടർ ബിന്നി കുറിഞ്ഞിപ്പറമ്പിലച്ച, മിസ്റ്റർ ദീപക് തോമസ് ദേവൻ, ബഹുമാനപ്പെട്ട വൈസ് പ്രിൻസിപ്പൽ, സ്നേഹനിധിയായ അധ്യാപകരെ, അനധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, SB കോളേജ് കാത്തലിക് സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെ 2026-27 പ്രവർത്തന വർഷ ഉദ്ഘാടന ചടങ്ങ് അനുഗ്രഹപൂർവ്വമായി സമാപിക്കുന്ന ഈ വേളയിൽ ഈ ചടങ്ങിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുകയും സഹകരിക്കുകയും ചെയ്ത ഏവർക്കും നന്ദി രേഖപ്പെടുത്തുക എന്നതാണ് എന്റെ കർത്തവ്യം. SB കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായി മിസ്റ്റർ ജോൺ ബർഗ്മാന്റെ നാമത്തിൽ ബർഗ്മാൻസ് ഡേ ആഘോഷത്തിന് തുടക്കം കുറിക്കാൻ CSMന് സാധിച്ചതിൽ ആദ്യം തന്നെ സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ചെറിയ കാര്യങ്ങൾ പോലും വലിയ സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടെ ചെയ്യാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന വിശുദ്ധ ബർഗ്മാൻസിന്റെ ജീവിതം നമ്മുടെ വിദ്യാർത്ഥി ജീവിതത്തിനും CSMന്റെ പ്രവർത്തനങ്ങൾക്കും വലിയൊരു പ്രചോദനമാണ്. അദ്ദേഹത്തിന്റെ ജീവിത മന്ത്രമായ ആകെ ടുവേർഡ് ആലിസ്, നീ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും നന്നായി ചെയ്യുക എന്ന സന്ദേശം നമ്മുടെ ഓരോ ചുവടുവെപ്പിലും നല്ല മാതൃകയും പ്രചോദനവുമായി തീരട്ടെ. തന്റെ അനേകം തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്നേഹപൂർവ്വം സ്വീകരിച്ച് ഈ ചടങ്ങിന് അനുഗ്രഹപൂർണ്ണമായി തുടക്കം കുറിക്കുകയും പ്രചോദനാത്മകമായ ഉദ്ഘാടന സന്ദേശത്തിലൂടെ നമ്മുടെ യുവജനങ്ങൾക്ക് ആത്മീയവും ജീവിതപരമായ ദിശാബോധം നൽകുകയും ചെയ്ത ഹിസ് എമിനൻസ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന് SB കോളേജ് CSM കുടുംബത്തിന്റെ പേരിൽ ഹൃദയം തന്നെ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ കോളേജിലും CSM പ്രവർത്തനങ്ങൾക്കും എന്നും ശക്തമായ പിന്തുണയും ആത്മീയ മാർഗനിർദ്ദേശവും നൽകി കൂടെ നിൽക്കുകയും ഇന്നത്തെ ചടങ്ങിൽ അനുഗ്രഹ പ്രസംഗം നടത്തുകയും ചെയ്ത കോളേജ് മാനേജർ ആന്റണി ഏത്തക്കാടച്ചന് CSM കുടുംബത്തിന്റെ പേരിലുള്ള ഹൃദയം തന്നെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ കോളേജിലെ എല്ലാ വിദ്യാർത്ഥി പ്രവർത്തനങ്ങൾക്കും ദീർഘവീക്ഷണത്തോടെ നേതൃത്വം നൽകുകയും CSMന്റെ പ്രവർത്തനങ്ങൾക്ക് നിരന്തരം പിന്തുണ നൽകുകയും ചെയ്യുന്ന നമ്മുടെ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ടെഡി കാഞ്ഞിപ്പറമ്പിലച്ചന് CSM കുടുംബത്തിന്റെ പേരിലുള്ള ഹൃദയം തന്നെ നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാം പ്രാർത്ഥനയിലൂടെയും ദൈവവചന വായനയിലൂടെയും അനുഗ്രഹപൂർണ്ണമായി തുടക്കം കുറിക്കുകയും CSM പ്രവർത്തനങ്ങളുടെ ഓരോ ചുവടുവെപ്പിലും ആത്മീയ മാർഗദർശകനായും പ്രചോദനമായും കൂടെ നിൽക്കുകയും ചെയ്യുന്ന CSM ഡയറക്ടർ ഡോക്ടർ ബിന്നി കുറിഞ്ഞിപ്പറമ്പിലച്ചന് ഹൃദയം തന്നെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷപദം അലങ്കരിക്കുകയും CSMന്റെ പ്രവർത്തനങ്ങൾക്ക് മികച്ച നേതൃത്വം നൽകുകയും ചെയ്യുന്ന നമ്മുടെ CSM പ്രസിഡന്റ് മിസ്റ്റർ ദീപക് തോമസ് ദേവന് CSM കുടുംബത്തിന്റെ പേരിലുള്ള ഹൃദയം തന്നെ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ ചടങ്ങിന് മനോഹരമായ സംഗീതത്തിലൂടെ മാറ്റുകൂട്ടിയ CSM ബാൻഡിനും അതിന്റെ ഏകോപനത്തിന് നേതൃത്വം നൽകുന്ന സ്റ്റുഡന്റ് കോർഡിനേറ്റർ സൈറസിനും ഹൃദയം തന്നെ നന്ദി അറിയിക്കുന്നു. CSM ബാൻഡിന് സ്പോൺസറിനെ കണ്ടെത്താനായി അവർ നടത്തിയ ആത്മാർത്ഥമായ പരിശ്രമത്തിന് പ്രത്യേകം അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു. കഴിഞ്ഞ പ്രവർത്തന വർഷത്തിലെ CSMന്റെ പ്രവർത്തനങ്ങൾ വ്യക്തവും മനോഹരമായി അവതരിപ്പിച്ച മിസ് സിന്ന ആൻഡ് തോമസിന് CSM കുടുംബത്തിന്റെ പേരിലുള്ള ഹൃദയം തന്നെ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ പരിപാടി വിജയകരമാക്കുന്നതിനായി എല്ലാ തിരക്കുകൾക്കിടയിലും സമയം മാറ്റിവെച്ച് ദിവസങ്ങളോളം അക്ഷരം പ്രയത്നിക്കുകയും ഓരോ ചെറിയ കാര്യത്തിലും ആത്മാർത്ഥതയോടും സമർപ്പണ ബോധത്തോടും കൂടെ പ്രവർത്തിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനവും ഹൃദയം നിന്ന് നന്ദിയും അറിയിക്കുന്നു. അവസാനമായി ഈ ചടങ്ങിനെ സമ്പന്നമാക്കിയ ബഹുമാനപ്പെട്ട അധ്യാപകർക്കും അനധ്യാപകർക്കും നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സ്നേഹപൂർവ്വമായ സഹകരണം കൊണ്ടും ഈ ചടങ്ങിനെ അതിമനോഹരമാക്കിയ എന്റെ കൂട്ടുകാർക്കും ഈ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും CSM കുടുംബത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. വിശ്വാസത്തിൽ വളരാം, സേവനത്തിൽ ഒന്നിക്കാം, ക്രിസ്തുവിന്റെ സാക്ഷികളായി സമൂഹത്തിൽ പ്രകാശിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.